നമ്മളാ വീടും അതിനകത്ത് മുറികളും ഇതെല്ലാം മനസ്സിലിങ്ങനെ കണ്ടായിരുന്നു ഇങ്ങനെ ആ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ. അപ്പൊ അതേപോലെ തന്നെ സാധിച്ചു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്തായാലും കാറ് മാനിഫെസ്റ്റ് ചെയ്തു സാറേ. ആരാണ് കാറ് കാറ്? എന്ത് കാറാണ്? ഞാൻ ഗിഡ് സെല് എന്റെ മോനും മരുമകളും പിണക്കമായിരുന്നു. സാറ് പറഞ്ഞില്ലേ അവർക്ക് സ്നേഹം, അപ്പൊ അങ്ങനെ ഒപ്പനോ പറഞ്ഞ് ഞാൻ അത് അവരുടെ പേരും പറഞ്ഞ് ഇങ്ങനെ അവര് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്തായിരുന്നു. അപ്പൊ അവരുടെ ആ വഴക്ക് മാറി, അവര് സന്തോഷമായിട്ടിരിക്കുന്നു സാറേ. അത് ഓക്കെ, വലിയ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മറികടക്കാനുള്ള കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിനു മുമ്പായി ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് അൻവിന്ദ് എന്നാണ്. ഞാൻ ഇപ്പോൾ ഏകദേശം 5-6 വർഷമായിട്ട് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും ഇതേപോലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും കണ്ടക്ട് ചെയ്തിട്ട് കുറേ കാലമായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. അതോടൊപ്പം തന്നെ മറ്റ് ബിസിനസ്സുകളും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 5-6 ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു പാഷനാണ് എൻ്റെ ഈ കോഴ്സും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. എൻ്റെ മുന്നിൽ ഏകദേശം ഇപ്പം 53 മെമ്പേഴ്സ് ഉണ്ട്. അവരോടെല്ലാം തന്നെ ഞാൻ നന്ദി പറയാണ്. നമ്മളിന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തെ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കുറേ ടെക്നിക്കുകൾ നമ്മളെ യൂട്യൂബ് ചാനൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കുറേ ടെക്നിക്കുകൾ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടെക്നിക്കും സക്സസ് സ്റ്റോറീസും നമ്മളെ യൂട്യൂബ് ചാനലാണ് കൊടുത്തതെന്ന് തോന്നുന്നു. കാരണം ഓരോരോ അത് ലൈവ് ആവട്ടെ അല്ലാതെയുള്ള സക്സസ് സ്റ്റോറീസ് ആവട്ടെ, അത്രയധികം നമ്മൾ സക്സസ് സ്റ്റോറീസ് നമ്മളെ യൂട്യൂബിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ പണത്തിൻ്റെ മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് മാറിയ ടെക്നിക്ക് ഏതാണ് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയതുമായിട്ടുള്ള ടെക്നിക്ക് എന്താണ്? എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്? ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഒരു 3 പേർക്ക് നിങ്ങൾ ലൈഫിൽ നടന്ന പണത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്താണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത്? പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അത് ചെറുതാവാം, വലുതാവാം, ലോട്ടറിയുടെ ആവാം. അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത നിങ്ങളെ ലൈഫിലുള്ള എന്തെങ്കിലും ഒരു ചേഞ്ചസോ അല്ലെങ്കിൽ എന്തെങ്കിലും സക്സസ് സ്റ്റോറീസോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ പങ്കുവെക്കുകയാണെങ്കിലാണ് നമുക്ക് വരിക. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സക്സസും സാറേ പറഞ്ഞു. ഒരു കാര്യമുണ്ട്. എനിക്ക് അത് ഞാൻ ചെയ്തിരുന്ന ഒരു ബിറ്റ് കോയിന്റെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചിട്ട് എനിക്ക് പറയാന്ന് വെച്ചാൽ അത് ഞാൻ വേറെ ആൾക്കാർക്ക് കൊടുത്തു. അപ്പൊ ആ കൊടുത്ത വഴിക്ക് എനിക്കിത് ക്യാഷ് കിട്ടാൻ ചെറിയൊരു 3-4 ദിവസം ചെറിയൊരു ഡിലേ വന്നു. അപ്പൊ അത് പിന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് പിന്നെ കിട്ടിയത് ഒരു 1,800 രൂപയായിരുന്നത്. ചെറുതാണെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് കിട്ടി. പിന്നെ എനിക്ക് എന്റെ ഹസ്ബൻഡ് എനിക്ക് ചെറുതാണെങ്കിൽ അത് ചെറുതല്ല, എനിക്കത് വലുത് തന്നെയാണ്. എനിക്ക് ഡ്രസ്സ് വിചാരിക്കാണ്ട എനിക്ക് അത് മേടിച്ചു തന്നിട്ടുണ്ട്. ഇതേപോലെ വേറെ സ്റ്റോറീസ് നിങ്ങൾക്ക് ഉണ്ടോ? ഇതേപോലുള്ള സാറിനോട് ഒരു കാര്യം പറയണ്ടേ. എനിക്ക് സാറിപ്പോ ക്ലാസ് നടത്തുന്നത് ഫ്രീ ആയിട്ടുള്ള ക്ലാസ് നടത്തുന്നത് സാറ് മാത്രമേ ഇപ്പൊ യൂട്യൂബ് ചാനൽ നടത്തുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അതിലൊരുപാട് നന്ദിയുണ്ട് സാർ. അത് പറയട്ടെ. വേറെ ഞാൻ കണ്ടിട്ടില്ല സാറ് ആ ഒരു ഫ്രീ എന്നുള്ള ഇതിലേക്ക് കുറെ യൂട്യൂബ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിലൊന്നും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കയറാം ഇത്ര ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ആരുടെയും കണ്ടിട്ടില്ല. പക്ഷെ സാറിന്റെ മാത്രമാണ് ഞാൻ ആ ഒരു ഇത് കണ്ടിരിക്കുന്നത്. അത് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് അത് നല്ല കാര്യം ആയിട്ട് തോന്നി. തീർച്ചയായും താങ്ക് യു സോ മച്ച്. അത് നമ്മൾ ഡെയിലി ലൈവ് കൊടുക്കാതെ നിങ്ങൾക്ക് വേണ്ട, അതായത് കുറെ ക്ലാസ്സുകൾ കേട്ടിട്ട് കാര്യമില്ല. ഞാനെപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഇപ്പം കുറേ ക്ലാസ്സുകൾ കുറേ തിയറീസ് കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യില്ല. നമ്മൾ പ്രാക്ടീസസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ സൗജന്യ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ടാവും. അതിൽ 3 മെഡിറ്റേഷൻ ഉണ്ട്. ഓരോ 2 ദിവസം കൂടുതലും വ്യത്യസ്തമായ ബൈനോറൽ മ്യൂസിക് നമ്മൾ നൽകുന്നുണ്ട്. അത് റിലേഷൻഷിപ്പിൻ്റെ ആവട്ടെ, ജോലിയുടെ ആവട്ടെ, ലോട്ടറിയിലൂടെ ആവട്ടെ, അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് മാറ്റം വരിക. നീ ആർക്കെങ്കിലും എന്തെങ്കിലും സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യാം. ജസ്റ്റ് ഒരു 2 പേർക്കും കൂടി അവസരം. നിങ്ങൾ ലൈഫിൽ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് പണവുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു മാനിഫെസ്റ്റേഷൻ എന്താണ്? കാരണം നമ്മളിത് ഒരു 1 വേ ടോക്ക് അല്ല, 2 വേ ആണ്. നമ്മൾ 2 പേരും സംസാരിക്കുന്ന സമയത്ത് മാത്രമാണ് ഒരു എനർജി എക്സ്ചേഞ്ച് വരിക. സാറേ, എന്റെ പേര് മിനി റജി എന്നാണേ. അതെ, ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത്. LIC-യിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ സാറിന്റെ യൂട്യൂബ് വഴി കേട്ടു. ഞാൻ പക്ഷെ നേരത്തെ തന്നെ ഞാൻ ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ പങ്കെടുക്കുന്ന ആളാണ് യോഗയില്. അപ്പം ഞാൻ LIC-യിൽ ഒരു വലിയ അച്ചീവ്മെന്റ്, MDRT എന്ന് പറയുന്ന അച്ചീവ്മെന്റ് ഇതുപോലെ തന്നെ ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്ത ബുക്കിലൊക്കെ എഴുതി വെച്ച് ഞാൻ അത് അച്ചീവ് ചെയ്തു. 4 വർഷം അടുപ്പിച്ച് ചെയ്തു. പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ മിസ്സായി പോയി.
അപ്പം ഞാനിങ്ങനെ യൂട്യൂബിനകത്ത് എപ്പോഴും ഇതുപോലെ ഇങ്ങനെ ക്ലാസ്സുകൾ കേൾക്കും. സാറിന്റെ ക്ലാസ് കേട്ടെ നേരത്തെ പറഞ്ഞു, മാഡം പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പെയ്ഡ് ക്ലാസ് അല്ലാതെ എല്ലാവർക്കും ഉപകാരമാകുന്ന ഒരു ക്ലാസ്സുകൾ കൊടുക്കുന്ന തന്നെ ആരും ഇല്ല. ഇല്ല പിന്നെ ഞാൻ ജയപ്രകാശ് സാറിന്റെ ക്ലാസ്സും ഉണ്ട്, സാറും ഇതുപോലെ യൂട്യൂബിനകത്തുണ്ട്. ഇത് രണ്ടും ഞാൻ കേൾക്കുമായിരുന്നു. അങ്ങനെയാണ് സാറിന്റെ ഇപ്പം ഈ ക്ലാസ് കണ്ടത്. ഞാൻ സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ അതിന് മുമ്പും തന്നെ ഈ ചക്രയുടെ ഇത് ഓരോ കളേഴ്സും ഒക്കെ വെച്ചിട്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഈ വർഷം അതിങ്ങനെ മിസ്സായി പോയി. അപ്പൊ സാറിന്റെ ക്ലാസ്സിൽ കയറണം. കുറച്ച് ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു, അതൊന്ന് മാറ്റണം. തീർച്ചയായും എന്തായാലും സന്തോഷം. ഇതെല്ലാം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ 772 ഏതെങ്കിലും ഒരു വാട്സപ്പ് നമ്പറിൽ ഒന്ന് ഷെയർ ചെയ്യാന്നെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ മറ്റ് പങ്കുവെക്കാൻ സാധിക്കും. കാരണം നമ്മളെ സക്സസ് സ്റ്റോറീസ് ആണ്. അതായത് നിങ്ങൾ പങ്കുവെക്കുന്ന സമയത്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് ചേഞ്ചസ് വരിക. ഇപ്പം ഞാൻ തന്നെ ഇതെന്തുകൊണ്ട് പങ്കുവെക്കുന്നു, അതായത് ഇപ്പം പറഞ്ഞല്ലോ സൗജന്യ ക്ലാസ്, എന്നെ കുറേ ട്രെയിനേഴ്സ് എന്നെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു നിങ്ങൾ 365 ദിവസത്തെ ക്ലാസ് കൊടുക്കരുത്, വിഡിത്താണ് ചെയ്യുന്നത്, കാരണം നിങ്ങളെ പെയ്ഡ് ക്ലാസ്സിലേക്ക് ആൾക്കാർ വരില്ല എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു പിന്നെ അതായത് ഓരോരോ അരിമണിയിലും അവൻ അത് കഴിക്കേണ്ടവൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും. എനിക്ക് വേണ്ടത് എന്തായാലും എനിക്ക് വരും. പിന്നെ ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാപ്പിനെസ് ആണ്. ഇപ്പം എൻ്റെ ഈ ഒരു വരുമാനത്തിലെ ഒരു ഭാഗം മാത്രമാണ് ഇത്. വേറെ ബിസിനസ് ഉള്ളത് കൊണ്ട് എനിക്ക് ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സന്തോഷം ഈ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്തതിന്. ഇനി വേറെ ഒരാൾക്കും കൂടി അവസരം. പിന്നെ നമ്മളെ ക്ലാസ്സിന് മെഡിറ്റേഷൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അവസരം ലഭിക്കുക. ആർക്കെങ്കിലും ഇതേപോലുള്ള സക്സസ് സ്റ്റോറീസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും ലൈഫിൽ ചെറുതോ വലുതോ? ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം, ഒന്ന് പോസിറ്റീവ് ആട്ടോ. നമ്മളെ ഞാൻ ഇതുപോലെ സാറിന്റെ അലൈൻമെന്റ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തിട്ട് ആഗ്രഹമായിരുന്നു. അപ്പോ ആ സമയത്താണ് മറ്റേ ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിലുണ്ടായിരുന്നു. അന്ന് ക്ലാസ്സിന് ഞാൻ ജോയിൻ ചെയ്തു, പക്ഷെ എനിക്ക് കയറാൻ പറ്റില്ല. സാറിന്റെ യൂട്യൂബ് ക്ലാസ്സിലെ വീഡിയോ കണ്ടിട്ട് ഞാൻ അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്തിട്ട് പേപ്പറിൽ എഴുതി വെള്ളം കുടിച്ചിട്ട് ആ പേപ്പർ കത്തിച്ചു. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു. അതായത് അലൈൻമെന്റ് ക്ലാസ്സിൽ ഞാനും ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ ആ സൂം മീറ്റിൽ നമ്മുടെ ക്ലാസ്സിൽ ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോരുത്തരും കുഞ്ഞു കുഞ്ഞു ബോക്സുകളായിട്ടാണല്ലോ നമ്മൾ ഫോണിൽ ഇങ്ങനെ കാണുക ജോയിൻ ചെയ്തത്. അതിൽ ഒരെണ്ണം ഞാൻ എന്റെ മുഖാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കൃത്യം എനിക്ക് ആ അലൈൻമെന്റ് ക്ലാസ്സിൽ കയറാനായിട്ട് സാധിച്ചു. അത് കയറാൻ പറ്റില്ലായിരുന്നു, ഒരു ഭാഗ്യം പോലെ. അന്നാണ് തുടങ്ങുന്നതിന്റെ തലേദിവസമാണ് എനിക്ക് ക്യാഷ് റെഡി ആയിട്ട് കയറാൻ പറ്റിയത്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണം എന്ന് പറയുന്നത് മുന്നേയുള്ള ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എനർജിയാണെന്ന്. അതായത് നമ്മളുടെ എനർജി ലെവൽ നമ്മൾ ലോ ആക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. ഇപ്പം പലരും എനിക്കിപ്പം ഏകദേശം കുറച്ച് ദിവസമായിട്ട് പലരും മെസ്സേജ് അയക്കുന്നുണ്ട്, സാർ ഏതോ മിസ്റ്റിക്കോ ഏതോ യോഗി എന്ന് പറഞ്ഞ ആൾ ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് കാര്യങ്ങളാണെന്ന് ചില ആൾക്കാർ കോൾ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. നമ്മളെ ഇതേപോലെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് എന്ത് ചെയ്യും, കോൾ ചെയ്തിട്ട് ഈ മിസ്റ്റിക്കോ എന്തോ യോഗി എന്ന് പറഞ്ഞ ആളുണ്ട്, അയാൾ വലിയ സംഭവമാണ്, ദൈവത്തിനേക്കാൾ ഉപരിയായിട്ടുള്ള വ്യക്തിയാണ് എന്നൊക്കെ പറയും. അങ്ങനെ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത വ്യക്തി എന്നെ വിളിച്ച് സംസാരിച്ചു. ഞാൻ പിന്നെ അരുൺദി മീൻസ് അദ്ദേഹം ഇതേ ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അവരുടെ ഏതോ സ്റ്റാഫ് കൊടുത്തു, ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചെയ്യണം, ഫോണിൽ വിളിച്ചിട്ട് പറയുന്നു. ഞാൻ കൂളായി സംസാരിച്ചു. ഓക്കെ മിസ്റ്റിക് എന്ന് പറഞ്ഞ ആളുടെ അയാൾ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു, എന്നാൽ യോഗിയോ സിദ്ധനോ എന്തൊക്കെയോ എന്നല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി, ഈ വ്യക്തി ഞാൻ പറയാത്ത എന്ത് കാര്യമാണ് പറയുന്നത്. അന്നേരം ഇദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റുന്നില്ല, അദ്ദേഹം വലുതാണ്, ഭയങ്കര പവർഫുള്ളാണ്, കാര്യങ്ങളാണെന്നെല്ലാം പറഞ്ഞു. ഞാൻ ചോദിച്ചു അദ്ദേഹം എന്താണ് സെല്ല് ചെയ്യുന്നത്? മീൻസ് എന്തെങ്കിലും ഒരു കാര്യം സെല്ല് ചെയ്യണം, നമ്മൾ പൈസ ഉണ്ടാക്കേണ്ട അയാൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഗുരുവാണ് കാര്യങ്ങളാണെന്ന്. ഞാനിപ്പം ബേസിക്കലി ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ കോഴ്സും എൻ്റെ ബിസിനസ്സുകളുണ്ട്, മറ്റ് ബിസിനസ്സുകളുണ്ട്, അതിൻ്റെ അകത്താണ് എനിക്ക് ഏണിങ്സ് വരുന്നത്. ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. അന്നേരം ആ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കോഴ്സ് ഉണ്ട്, അതിന് 50,000 1 ലക്ഷം അത്രയോ ആണ് ഉണ്ടാകുന്നത്, നിങ്ങൾ എടുത്തോന്ന് ചോദിച്ചു. അതെ ഞാൻ എടുത്തു, ലോൺ എടുത്തിട്ട് എടുത്തോന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഈ ലോൺ എടുത്തിട്ട് ഇത്രയും രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്നുള്ള വിശ്വാസം ഉണ്ടോ? അറിയില്ല എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചത്, നിങ്ങൾ ഈ കോഴ്സ് അദ്ദേഹത്തിനോട് ചോദിച്ചു എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഇൻഷുറൻസ് ആണ് ചെയ്യുന്നത്. ഈ എന്നെ വിളിക്കുന്നൊരു കോള് നിങ്ങളെ ക്ലയൻറ്റിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബിസിനസ് നടക്കുകയായിരുന്നു, നമ്മൾ ശ്രദ്ധിക്കുക. ഇതേപോലെ ഇപ്പം ഞാനൊരിക്കലും പറയുന്നില്ല ഞാനൊരു ആൾദൈവമായിട്ടോ കാര്യങ്ങൾ എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അവതരിക്കാൻ പറ്റും. എനിക്ക് പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം ഒരു കുറച്ച് മാലയും കുറിയോ അല്ലെങ്കിൽ കുറച്ച് തലയിൽ കെട്ടിയിട്ട് ഞാനിവിടെ വന്നിട്ട് ഇങ്ങനെ ബ്ലസ് ചെയ്യുക, അതായത് നിങ്ങൾക്ക് അനുഗ്രഹം, ഇങ്ങനെ യോഗിയെ പോലെ ഇരുന്നാൽ മതി എന്നിട്ട് പറയണം എല്ലാം നടക്കും, നല്ല രീതിയിൽ നടക്കുന്ന രീതിയിൽ എനിക്ക് പറയാം. പക്ഷേ അത് പറയാത്തത് അതുകൊണ്ട് കാര്യമില്ലാത്തത് കൊണ്ടാണ്. അവിടെ ഇത് പണമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നത് എന്നുള്ള കാര്യം ഞാൻ ഇപ്പം പറഞ്ഞുതരാം. അതായത് ഒരു സമയത്ത് എൻ്റെ ലൈഫിൽ ഈ ലെവലിലൂടെയെല്ലാം ഞാൻ കടന്നു പോയതാണ്.
ഓട്ടോബയോഗ്രഫി യോഗി എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ട് ഇതേപോലെ സന്യാസിമാരെയും ഇതേപോലെ തങ്ങൾമാരെയെല്ലാം കാണുന്ന സമയത്ത് ഒന്നുമില്ല, നേരെ കാലിൽ വീണ് അവരെ അനുഗ്രഹം മേടിക്കുന്ന ഒരു ലെവലിലാണെന്നത്. കുറേ പൂജകളും കുറേ ഇതേപോലെ തങ്ങൾമാരുടെ കുറേ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എനിക്കൊരു ചേഞ്ചും വരുന്നില്ല സത്യത്തിൽ. ബേസിക്കലി അനുഗ്രഹങ്ങൾ മേടിച്ചിട്ട് നേരെ പോയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ ഇങ്ങനെ സന്യാസിമാരെയും തങ്ങൾമാരെയും അച്ഛന്മാരെയും കാണുന്ന സമയത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ നേരെ കാല് വീണിട്ട് അവർ അനുഗ്രഹം മേടിക്കും. അനുഗ്രഹം മേടിക്കുക എന്നെന്താണ് എൻ്റെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാകുന്നുള്ളൊരു വിശ്വാസമാണ്, അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ ചേഞ്ച് ഉണ്ടായില്ല. എൻ്റെ ലൈഫിൽ എപ്പോഴാണ് ചേഞ്ച് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ സ്വയം മാറ്റിയ സമയത്താണ് ചേഞ്ച് വന്നത്. ഇതേപോലെ തന്നെയാണ് പണത്തിൻ്റെ കാര്യത്തിലും. ഇപ്പം ഞാൻ തന്നെ പറയുകയാണ്, ഞാനൊരു വലിയ സംഭവമാണെന്ന് ചിന്തിച്ചിട്ട് നിങ്ങളൊരു ശിഷ്യനാണെന്ന രീതിയിൽ നിങ്ങൾ താണു വണങ്ങി നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ഡിവൈനെസ്സിനെയാണ് നിങ്ങൾ താഴ്ത്തി വെക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ കാര്യം ഉണ്ടാവില്ല. മനസ്സിലായോ? നമ്മൾ ഒരാളെ കാലിലേക്കോ കാര്യങ്ങളിലേക്കോ വീഴേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ ഡിവൈനെസ്. കാരണം ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, കുറേ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ വെൽത്ത്, ഇപ്പം പണം അട്രാക്ട് ചെയ്യണം, നിങ്ങളെ എനർജി ലെവൽ ഹയർ ആയിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളോട് റെസ്പെക്റ്റ് തോന്നാം. നിങ്ങൾ എൻ്റെ കാലിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യോഗിന്നോ സിദ്ധനെന്നോ മിസ്റ്റിക് എന്ന് പറയുന്ന ആളുടെ കാലിൽ വീഴുകയാണെങ്കിലോ അവരെ ചില ആൾക്കാരുണ്ടായിരുന്നു പണ്ടല്ലോ, എൻ്റെ DP വെക്കും, എൻ്റെ ഫോട്ടോ മൈ ഗുരു എന്നെല്ലാം പറഞ്ഞെല്ലാം വെക്കും. ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്തും. ഞാനൊരു ഗുരുവോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. ഞാനൊരു സാധാരണ വ്യക്തി മാത്രമാണ്. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. കാരണം ഞാനത് പറയുന്നതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പവർഫുള്ളാണ്. നിങ്ങളുള്ളിൽ ആ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ നിങ്ങൾ കറക്റ്റായിട്ട് ഹീൽ ചെയ്ത് വരുന്ന സമയത്ത് മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാകുകയുള്ളൂ. പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. സ്വന്തം റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശീലിക്കണം. മനസ്സിലായോ? അല്ലാതെ ഞാൻ വലിയൊരു ഗുരുവായി, ഞാൻ ഗുരുവെന്ന് പോലും ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ഗുരുവാകുന്ന സമയത്ത് നിങ്ങൾ എന്നെ പൂജിക്കേണ്ടതായിട്ട് വരും, എന്നെ ആരാധിക്കും, അങ്ങനെയെല്ലാം ചെയ്യും. അതാണ് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരില്ല. നിങ്ങളെപ്പോഴാണോ നിങ്ങളെ ഉയർത്തുന്നത്, ഇപ്പോൾ മെഡിറ്റേഷനും മറ്റ് കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങളെ ഉയർത്തുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് കാര്യം പണത്തിൻ്റെ കാര്യത്തിൽ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ കാര്യം ഒന്ന് എഴുതി വെക്കുക. സെൽഫ് റെസ്പെക്റ്റ് വേണം, നിങ്ങളോടുള്ള റെസ്പെക്റ്റ് വേണം. അല്ലാതെ വ്യക്തിഗത ആരാധന എന്നൊക്കെ രീതിയിൽ. ഇപ്പം ഞാനൊരു ഉദാഹരണം ചോദിക്കുകയാണ്. അമ്പലങ്ങളിൽ തീവ്രമായിട്ട് പോകുന്ന ആൾക്കാർ ഇതിലുണ്ടോ? ഡെയിലി അമ്പലങ്ങളിലും പള്ളിയിലും പോവുക. ഞാനങ്ങനെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വന്നിട്ടുണ്ടോ? അമ്പലങ്ങളിലും പള്ളിയിലും പോയിട്ട് നിരന്തരം, അതായത് എപ്പോഴെങ്കിലും പോകുന്നതല്ല ഞാൻ പറയുന്നത്, ഡെയിലി പോവുകയാണ് അമ്പലങ്ങളിലും പള്ളിയിലും. അവരുടെ ലൈഫിൽ ഞാൻ ചേഞ്ച് വന്നതായിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടോ? നിങ്ങൾ ചിലപ്പം ചുറ്റുമുള്ള ആൾക്കാരെ കണ്ടിരിക്കും. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതായത് അമ്പലങ്ങളിൽ നിങ്ങളിപ്പോൾ തന്നെ പോകണമെന്നില്ല, നിങ്ങളെ റിലേറ്റീവ്സ് ആയിരിക്കാം, വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരായിരിക്കാം, അമ്പലങ്ങളിലും പള്ളികളിലും ഡെയിലി പോകും. എന്നിട്ട് അവരുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ മാത്രം. അങ്ങനെ ആൾക്കാർ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എന്താ കണ്ടത്? എന്റെ കുഞ്ഞമ്മ ഉണ്ടായിരുന്നു. കുഞ്ഞമ്മ ഇങ്ങനെ ഡെയിലി പള്ളി പോവായിരുന്നു. ഡെയിലി പള്ളി പോയിട്ട് വരും. അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലായിരുന്നു. പോവും, ഡെയിലി പോവും. പക്ഷെ മരിച്ചുപോയി. ഒരുപാട് ദിവസം ഇങ്ങനെ കിടന്ന്, മാസങ്ങളോളം കിടന്നാ മരിച്ചത്. ശരി. സാറേ, പിന്നെ എന്റെ അനുഭവത്തിലുണ്ട്. അടുത്ത വീട്ടിൽ ഒരു ബ്രാഹ്മൺസ് പൂജ അമ്പലമുണ്ട് സ്വന്തമായിട്ട്. പക്ഷെ അവിടുത്തെ മോന്റെ കല്യാണം കഴിഞ്ഞ അവര് കല്യാണം കഴിക്കുമ്പോ നോക്കിണ്ടാവും, ജാതകം നോക്കിണ്ടാവും, പൊരുത്തം നോക്കിണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ആ 3 വർഷമാണ് ആ ദാമ്പത്യം നിലനിന്നുള്ളൂ. ആ കുട്ടി പെട്ടെന്ന് തന്നെ സൈലന്റ് അറ്റാക്ക് ആയിട്ട് മരിച്ചു. അപ്പൊ അവിടുന്ന് എനിക്കൊരു ചോദ്യം മനസ്സിൽ തോന്നി, ബ്രാഹ്മൺസ് ആയിട്ടും ജാതകം നോക്കിയിട്ടും അതിലേക്കും മീതെയല്ലേ ദൈവത്തിന്റെ കണക്ക്? അപ്പൊ പിന്നെ എങ്ങനെയാണ് അവര് നമ്മൾക്കിപ്പോ ജോത്സ്യടുത്ത് പോകുന്നുണ്ട്, അവര് പ്രവചിക്കുന്നുണ്ട് അത് ഇന്നെ പോലെ നടക്കും? അതൊന്നുമല്ല, അതിക്കും മീലെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ അടുത്തൊരു ചോദ്യം എനിക്ക്, പ്രപഞ്ചശക്തി നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സാർ പറയുന്നുണ്ട് നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിക്കുന്നത്. ഇതിലത്തെ രണ്ടും കൂടിയുള്ള ഒരു വ്യത്യാസം. രണ്ടും കൂടിയല്ല, പ്രപഞ്ചശക്തി ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം എന്നാണ് ഞാൻ പറയാറ്. അതായത് അതെന്താണെന്നറിയോ? പലരും എന്താ ചെയ്യുന്നത് വെച്ചാൽ താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു കൃഷ്ണ, അങ്ങനെ പറയുന്നിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോ ഇക്കാലത്ത് നിങ്ങൾ കൃഷ്ണഭക്തിയാണ് അല്ലെങ്കിൽ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത്, ക്രിസ്തുവിനെയാണ് ആരാധിക്കുന്നത്, അത് പറഞ്ഞ യൂണിവേഴ്സ് അത് തന്നെയാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്. അദ്ദേഹം അറ്റാക്കായി മരണപ്പെടാൻ കാരണം എന്താണ്?
അദ്ദേഹം ഹെൽത്ത് നോക്കിയിട്ടുണ്ടാവില്ല. ഇപ്പം എൻ്റെ വെൽത്ത് മാസ്റ്ററിയുടെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചെറിയ പ്രശ്നങ്ങൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂം അടച്ചിട്ടിട്ട് കുറേ പൂജകളും കാര്യങ്ങളും ചെയ്യും. കാരണം എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ച് ഹൃദയത്തിന് പ്രശ്നം വരും. അതാണ് ഹെൽത്ത് നമ്മൾ നോക്കുന്നത്. അന്നേരം നമ്മൾ ഇവിടെ ദൈവം എന്ന് പറയുന്നത് ശരിക്കും ആകാശത്തിന് പുറത്തോ കല്ലിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ അമ്പലങ്ങളിലോ പള്ളിയിലോ ദൈവത്തെ അവനെ തന്നെ അവന്റെ ക്ഷേത്രം അല്ലെങ്കിൽ അവന്റെ പള്ളി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരം എന്താണ് ഹൃദയം ദേവാലയം. അതോടൊപ്പം തന്നെ ശരീരമാണ്, ഹൃദയമല്ല ശരീരമാണ് ദേവാലയം. അതിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ശരീരം നോക്കാതെ ടെൻഷൻ അടിച്ചുകൊണ്ട് ജോലി ചെയ്യുക. ഞാനൊരു സമയത്ത് ഉണ്ടായിരുന്നു, ഞാൻ ടെൻഷൻ അടിച്ചിട്ട് ജോലിയും കാര്യങ്ങളെല്ലാം ചെയ്തു, എൻ്റെ ലൈഫിൽ ചേഞ്ച് വന്നില്ല. നമ്മൾ പണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം. സെൽഫ് റെസ്പെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ലവ് എന്നാണ് ഉണ്ടാവുക. അതായത് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലാണ് ചേഞ്ച് വരിക. അല്ലാതെ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ചേഞ്ച് വരാൻ പോകുന്നില്ല പണത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പം തന്നെ ചില ആൾക്കാർ എന്താ ചെയ്യുകയെന്ന് അറിയാമോ? അതായത് ഇങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ നടക്കാത്ത ആൾക്കാർ അല്ലെങ്കിൽ സെൽഫ് ലവിനെ കുറിച്ചോ സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ചോ അറിയാത്ത ആൾക്കാർ എപ്പോഴും മറ്റുള്ളവരെ പിറകിൽ പോയി അവസാനം ജീവിതം തേരാപാരായി മാറും. എന്നാൽ ആരാണോ അവനവൻ്റെ റെസ്പെക്റ്റ് ചെയ്യുന്നത് അവൻ്റെ ലൈഫിൽ വലിയ വലിയ മാറ്റമാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളെ വില കളഞ്ഞിട്ട് ഇപ്പം പറഞ്ഞൊരു ഉദാഹരണം നിങ്ങളത് എക്സ്പീരിയൻസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന സമയത്താണ് എനിക്ക് പറയാൻ സാധിക്കുക. ഇപ്പം പല കല്യാണങ്ങൾ പരാജയപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷം കാര്യങ്ങൾ മാത്രം നോക്കും. അതായത് കുടുംബക്കാർ നോക്കുന്നതാണ് ചെക്കൻ്റെ ഫാമിലി സെറ്റപ്പ് എങ്ങനെയാണ്, പെണ്ണിൻ്റെ ഫാമിലി സെറ്റപ്പ് എങ്ങനെയാണ്, പണമുണ്ടോ എന്നൊക്കെ നോക്കും. പക്ഷേ ക്യാരക്ടർ നോക്കില്ല. അത് നോക്കാത്തത് കാരണം അവൻ്റെ ലൈഫിലും അല്ലെങ്കിൽ അവരുടെ ഫാമിലി ലൈഫിൽ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുക. അതുകൊണ്ട് നിങ്ങളെ മക്കളോ കാര്യങ്ങളോ പെൺകുട്ടിയോ ആൺകുട്ടിയോ കല്യാണത്തിന് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വേണേൽ ജാതകം നോക്കാതിരിക്കാം, നിങ്ങൾ പേഴ്സണൽ ചോയ്സ്. പക്ഷേ ഒരു 3 മാസമെങ്കിലും കൊടുക്കുക. ഉറപ്പിക്കുന്നതിനേക്കാളോ നിശ്ചയം കൊടുക്കുന്നതിന് മുന്നേ അവർക്ക് തുറന്ന് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക. അന്നേരം പരസ്പരം മനസ്സിലാവും, പരസ്പരം വൈബ് മാച്ച് ആവുന്നുണ്ടോ അല്ലെങ്കിൽ ചിന്താഗതി മാച്ച് ആവുന്നുണ്ടോ നോക്കും. എന്നിട്ട് വേണമെങ്കിൽ ജ്യോതിഷമോ നക്ഷത്രങ്ങളോ എല്ലാം തന്നെ നോക്കിക്കോളും. അല്ലാതെ നമ്മൾ നോക്കാൻ പാടില്ല. സാറേ പിന്നെ ഈ മണി അട്രാക്ഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾക്കത് ആ ക്യാഷിന്റെ കാര്യം നമുക്ക് തരാനുള്ള ആൾക്കാരുടെ മുഖം ആലോചിച്ചിട്ടാണോ അതോ ഞാൻ അത് കൂടെ കടന്നു പോകുന്ന ആ സിറ്റുവേഷൻ ആലോചിച്ചിട്ടാണോ എന്ന് അറിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണിന്ന് ഭയങ്കരമായിട്ട് വെള്ളം വരുന്നു സാറേ. അപ്പൊ ഞാൻ അത് തെറ്റാണോ? ഒന്നും പറയണ്ട, നല്ലൊരു കുടുക്കിലാണ് ഞാൻ, വലിയൊരു കുടുക്കിലാണ് സാർ. അതാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ക്ലാസ്സിന്റെ ഏറ്റവും വലിയ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തെരേസ മേരി ഏറ്റവും മേഡായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇതേപോലെ തന്നെയാണ്. നമ്മൾ നന്മപരമായിട്ട് അതായത് സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും വിട്ടിട്ട് കളിക്കുകയാണ്. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം കടങ്ങൾ ചില ആൾക്കാർ എന്നെ വിളിക്കും, ഇങ്ങനെ ഇത്ര കടമുണ്ട് സാറേ, അനിയൻ സാറേ ഇത്ര കടമുണ്ട് എന്നെ രക്ഷിക്കണം എന്ന് പറയും. ഞാൻ ചോദിക്കും എന്തിനാണ് കടം കൊടുത്തത്? ഇവൻ എൻ്റെ ലൈഫിൽ തന്നെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കടം കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾ ഒരു കടങ്ങളോ കാര്യങ്ങളോ എല്ലാം തന്നെ മറ്റുള്ളവരെ സഹായിച്ചിട്ട് മറ്റുള്ളവരെ തിരിച്ചു തരും എന്നൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങൾ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളെ കാര്യം നോക്കുന്നില്ല അല്ലേ? ഞാൻ തന്നെ എൻ്റെ കാര്യം നോക്കിയിട്ടില്ല കുറേ മുന്നേ എല്ലാം. ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസിക് ലെവലിൽ അല്ലെങ്കിൽ ബേസിക് ലെവലിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചത് എൻ്റെ ലൈഫ് മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നതാണ്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ലൈഫ് എന്ന രീതിയിലാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെയല്ല, എൻ്റെ ലൈഫ് എനിക്ക് വേണ്ടിയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളെ ഓരോ വ്യക്തിയുടെ ലൈഫും നിങ്ങൾക്ക് വേണ്ടി സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം വേണം നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ. ഓക്കെ, അന്നേരം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളമാണോ നമ്മളിൽ ഫോക്കസ് ആകുന്നത്, സെൽഫ് റെസ്പെക്റ്റ് അതിൽ നിന്നാണ്. അതിനുശേഷമാണ് സെൽഫ് ലവ് വരുന്നത്. നിങ്ങൾ എത്ര പേര് സ്വയം സ്നേഹിക്കുന്നവർ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. സെൽഫ് ലവ് നിങ്ങൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. യൂട്യൂബ് ചാനലിലെ വ്യക്തികളാണെങ്കിൽ നോ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. യെസ് ചാന്ദിനി യെസ് സാർ ഇതിന് ശേഷമാ ഇത് കാണാൻ തുടങ്ങിയതിന് ശേഷമാ സ്നേഹിക്കാൻ തുടങ്ങിയത്, അല്ലാതെ സ്നേഹിച്ചിട്ടില്ല. സന്തോഷം. അതുകൊണ്ട് ചേഞ്ച് ഉണ്ട്, നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ട്, നല്ല മൊത്തൊരു ഉണ്ട്. ഓക്കെ, സാറേ ഞാനിപ്പോ ഈ ക്യാഷ് കൊടുത്തു പറഞ്ഞത് അതില് എന്റേതല്ലാത്താണ്, എന്നെ അറിയുന്ന ആളുടെ കയ്യിൽ നിന്ന് ഞാൻ വേറെ ആൾക്ക് ഞാൻ ഇടയിൽ മീഡിയേറ്റർ മാത്രമാണ് സാർ. അതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ ടെൻഷനായി പോയത്. എന്റെ ആണെങ്കിൽ എനിക്കത് തരുമ്പോ തരട്ടിച്ചിട്ടിരിക്കായിരുന്നു. പക്ഷെ അതിലൊരു മീഡിയേറ്റർ ആകാൻ പോയത്
അത് വെച്ചാല് എന്നെ അവര് നന്നായിട്ട് അറിയും. ചേച്ചി തന്നെയാണ്. പക്ഷെ എന്നെ അറിയുന്ന ആൾക്കാ ഞാൻ കൊടുത്തത്. പക്ഷെ അവര് ഡയറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മേടിച്ച ആളെ അവരറിയില്ല. അപ്പൊ കുട്ടി പോയി ചോദിച്ചാൽ കിട്ടും, ഒന്ന് ചോദിക്കോ അങ്ങനെ പറഞ്ഞിട്ടാണ് എന്നെ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ അതെനിക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ഇല്ല ബുദ്ധിമുട്ടാവില്ല, ഞാൻ ആ സമയമ്പളേക്കും തരാം. അതായിരുന്നു വാക്ക്. അങ്ങനെ പെട്ടുപോയതാണ്. ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന മെഡിറ്റേഷൻ അതിന് വേണ്ടിയിട്ട് മണി ഹോപ്നോ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് ഈ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് കറക്റ്റായിട്ടൊന്ന് ഞാൻ ഇപ്പം അതിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. അത് മെഡിറ്റേഷൻ നമ്മൾ ബൈനറി മ്യൂസിക് വെച്ചിരുന്ന് ചെയ്യുമ്പോഴുണ്ട്. അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വ്യക്തിയെ മനസ്സിൽ കാണുക, എന്നിട്ട് ആ വ്യക്തി പണം തരുന്നതായിട്ട് തന്നെ വിഷ്വലൈസ് ചെയ്ത് കാണുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇത് കണ്ടതിന് ശേഷം ഞാനിപ്പോ അങ്ങനെയാണ് നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, നീ എല്ലാവരും ശ്രദ്ധിക്കുക. പണം കടം കൊടുക്കുന്ന സമയത്ത് ഞാൻ എലൈവൻ മാസ്റ്ററിയിൽ പലപ്പോഴും എല്ലാ ക്ലാസ്സുകളിലും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ കടം കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ മനസ്സിന് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത അഥവാ ബുദ്ധിമുട്ട് നൽകാത്ത തുക വേണം നിങ്ങൾ നൽകാൻ വേണ്ടിയിട്ട്. അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് നിങ്ങൾക്ക് മനസ്സിന് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ മനസ്സിന് സമാധാനം നഷ്ടപ്പെടുന്ന ഒരു തുക കടമായിട്ട് നൽകാതിരിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ കടമായിട്ട് നൽകുകയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ നിങ്ങൾ അവരെക്കുറിച്ച്, അതായത് ഇപ്പം കടം കൊടുത്ത് മുതൽ നിങ്ങൾക്ക് മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടു, നിങ്ങൾ എനർജി നഷ്ടപ്പെട്ടു, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അവസാനം നിങ്ങൾ ലൈഫിൽ തകർന്ന് തരിപ്പണായിട്ട് നിൽക്കും. എന്നാൽ ഈ വ്യക്തിയാണെങ്കിൽ, കടം കൊടുത്ത വ്യക്തിയാണെങ്കിൽ ചിലപ്പം നിങ്ങളെ മറന്നു പോയിട്ടുണ്ടാവും. അല്ലേ? മറന്നിട്ടില്ല. ഇന്നും വിളിച്ചിരുന്നു, എന്നെ സമാധാനിപ്പിച്ചു. ദൈവത്തെ വിശ്വാസം അർപ്പിച്ചിരിക്കൂ, ദൈവത്തിനെ വിളിച്ചിരിക്കൂ എന്നുള്ള അതായിരുന്നു. ഞാൻ ആ ഇറങ്ങി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ആ കുട്ടി ഡോക്ടറായി. ആ കുട്ടി ഡോക്ടറായിട്ട് ഇന്ന് ഹൗസ് സർജൻസി കഴിഞ്ഞിട്ട് ആ കുട്ടി ഈ മാസം 30-ാം തീയതി ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞ് ആ കുട്ടി ജോലിയിൽ കയറിയിട്ടാണ് എനിക്ക് ആ പണം തരാൻ പോകുന്നത്. അതാണ് ഏറ്റവും വലിയ രസം. അതെ, ഏറ്റവും വലിയ രസം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ അടുത്ത് പൈസ മേടിച്ചിട്ട് പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കും, എന്റെ കയ്യിൽ നിന്ന് പൈസ തരാൻ വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ കാര്യം വിട്ടിട്ടാണ് അവിടെ കളിച്ചത്. അത് സത്യം. നന്മ വരാൻ വേണ്ടി ശ്രമിച്ചു. നന്മതല്ല, ഞാൻ ഒരാൾ സങ്കടം കണ്ടു കഴിഞ്ഞാൽ വീണുപോയി സാർ. അതാണ് ഞാൻ പറഞ്ഞത്, നന്മ വരം. ഓക്കെ, നന്മ വരെ. ഞാനും ഇതേപോലെ തന്നെ ആയിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. ഞാൻ എലൈൻമെന്റ് മാസ്റ്ററി ക്ലാസ്സുകളിൽ പറയാണ്ട് മറ്റുള്ളവരെ സങ്കടം കാണുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഇത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ് അവരെ സഹായിക്കേണ്ടത്. കാരണം എന്താണ്, എൻ്റെ ഈഗോനെയാണ് ഞാൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നത്. എൻ്റെ ഷാഡോ സെൽഫ് എന്ന് പറഞ്ഞാൽ കാറൽ യൂങ് പറഞ്ഞത് ഷാഡോ സെൽഫ് എന്ന് പറഞ്ഞത്, അതായത് നമുക്ക് അംഗീകാരമോ കാര്യങ്ങളോ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അംഗീകാരത്തിന് വേണ്ടിയിട്ട് എന്നും ചെയ്യാൻ തയ്യാറാവും. കാരണം നിങ്ങൾ പോലും അറിയുന്നില്ല നിങ്ങൾക്ക് അംഗീകാരം വേണമെന്നുള്ളത്. അതാണ് ഷാഡോ സെൽഫ് എന്ന് പറയുന്നത്. നമ്മളെ അത് കാറൽ യൂങ് എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം വലിയൊരു സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലും അവൈലബിൾ ആണ്, ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഷാഡോ സെൽഫ്. അതായത് ഞാൻ ഈ ഒരു എലൈൻമെന്റ് മാസ്റ്ററി തന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എല്ലാം തന്നെ പറയുന്നത് വെച്ചാൽ ഈ ഷാഡോ സെൽഫാണ് ശരിക്കും മാനിഫെസ്റ്റേഷൻ. അതായത് നമ്മൾ ഫുൾഫിൽ ചെയ്യാത്ത ആഗ്രഹങ്ങളും നമ്മൾ ഫുൾഫിൽ ചെയ്യാത്ത സ്വപ്നങ്ങളും ആണ് ഉള്ളത്. ഇപ്പം നമ്മളെല്ലാവരും അംഗീകാരം പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഇത്രയും വ്യക്തികളെ സഹായിച്ചു? ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് 48 ലക്ഷത്തോളം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന സമയത്ത് 48 ലക്ഷത്തോളം എനിക്ക് 2 വർഷം മുന്നേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താണ്, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കൊടുക്കുക. ഒരാളുടെ ഹോസ്പിറ്റലാണെങ്കിൽ ചിലർക്ക് എന്നെ പണ്ട് വിളിക്കുകയായിരുന്നു, സാറേ ഹോസ്പിറ്റലാണ്, എൻ്റെ മൂക്ക് ഓപ്പറേഷൻ ഉണ്ട്, ഒരു 50,000 രൂപ തരണം, സാറാണ് ദൈവമാണ്, സാറാണ് ദൈവപുത്രനും, സാറാണ് എൻ്റെ ജീവിതം രക്ഷിക്കാൻ പോകുന്നതെല്ലാം പറയും. അന്നേരം എൻ്റെ മനസ്സിൽ ഈഗോ കയറി ഞാൻ സഹായിക്കും. പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് മരുന്നിന് അവർക്ക് പൈസ വേണം, പിന്നെ അവരെ ഫ്രണ്ടിന് ഇതേപോലെ രോഗം വന്നു അവരെ സഹായിക്കണം. അവരിങ്ങനെ വിളിച്ചിട്ട് പറയുക രക്ഷിക്കണം, നീ സാറേ വഴിയുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഇതെല്ലാം പണ്ടെല്ലാം എനിക്ക് വന്നിരുന്നു ഇങ്ങനത്തെ മെസ്സേജ്. അന്നേരം എന്താണ്, എൻ്റെ ഉള്ളിലുള്ള ഈഗോ, അത് നമ്മൾ പോലും അറിയില്ല നമ്മളെ ഉള്ളിൽ ഈഗോ ഉണ്ട് എന്നുള്ളത്. അതായത് നിങ്ങൾ നിങ്ങളെ മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി വാല്യൂ നൽകുകയാണ്, നിങ്ങളുടെ എനർജി ലെവലിൽ ലോ ആണ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. മനസ്സിലായോ? നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്, സഹായിക്കണം, ഞാൻ ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. പക്ഷെ അർഹതപ്പെട്ട കൈകളിൽ അർഹതപ്പെട്ട മൂല്യം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അർഹതപ്പെടാത്ത ഒരു മൂല്യം കൊടുക്കില്ല. കാരണം ഒരാൾ കടം വരികയും കാണാം എന്താണെന്ന് ഞാൻ നോക്കും. ഇങ്ങനെ കടങ്ങൾ കാരണമാണ് മീൻസ് കുറേ എന്ത് ചെയ്തു, എക്സ്പെൻസീവായിട്ടുള്ള ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട് കുറേ പൈസ ചിലവാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു. എന്നിട്ട് കടം കയറുകയാണെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല.
ഇവൻ രോഗങ്ങൾ വരികയാണെങ്കിൽ ആരോഗ്യം നോക്കിയിട്ടുണ്ടാവില്ല. ഉള്ള സമയത്ത് എല്ലാം കാര്യങ്ങളും കഴിച്ചിട്ട് രോഗങ്ങൾ വരുത്തിയിട്ടുണ്ടാവും. അതായിരിക്കും അതിനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അന്നേരം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കഴിയുന്ന രീതിയിൽ ചെറിയൊരു ഹെൽപ്പ് അത് ചെയ്യുക. ഓക്കെ, അടുത്ത ആഴ്ച എനിക്കത് തിരിച്ചു കിട്ടില്ലേ? തിരിച്ചു കിട്ടും, കിട്ടില്ല എന്നല്ല, അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞെന്താണെന്നറിയാം, ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ചു കിട്ടി, നാളെ ഇതേ സംഭവം സംഭവിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? വീണ്ടും കൊടുക്കില്ലേ? ഇല്ല പഠിച്ചു. അല്ല, റൂട്ട് കോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. നിങ്ങളോട് പിന്നെ വീണ്ടും ഒരാൾ അന്ന് കരഞ്ഞു പറയാണ്, കാല് പിടിക്കാണ് നിങ്ങൾ കൊടുത്തത്. മനസ്സങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ശരിയാണത്. അതിന്റെ റൂട്ട് കോഴ്സാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അംഗീകാരം കിട്ടാത്ത ഒരു വ്യക്തി എന്താണ്? എനിക്കും അങ്ങനെയാ തെറ്റ് പറ്റിയ. മനസ്സ് അങ്ങനെ ആരും കരയുമ്പോ അങ്ങനെ കൊടുത്തു പോയി. അതിലുള്ള എനിക്ക് സംഭവിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ അംഗീകാരം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വരെ ഇനീഷ്യൽ ടൈമിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതായത് ഓരോരുത്തരും സക്സസ് സ്റ്റോറി പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതായത് ഞാൻ സ്വയം ചിന്തിച്ചു ഞാനെന്തോ വലിയ സംഭവമായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു മിസ്റ്റേക്കും യോഗിന്നും സിദ്ധനെ പോലെ എനിക്ക് തോന്നി തുടങ്ങി. അവിടെ എൻ്റെ അഹങ്കാരം വലുതായി. ഈഗോ, അതായത് നമ്മൾ പോലും അറിയാതെ നമ്മളെ മനസ്സിൽ ഒരു ഈഗോ കടന്നുകൂടും. ഞാൻ വലിയ ശക്തനാണ്, ഞാൻ വലിയ, നമ്മുടെ ഉള്ളിൽ ഡിവൈൻനെസ് അല്ല പറയുന്നത്, ഈഗോയുടെ അടിസ്ഥാനത്തിൽ ഒരു വലിയ എന്തൊക്കെയോ സംഭവമാണ് എന്നുള്ള ഒരു ചിന്ത വരും. അതിനെ ഞാൻ തകർക്കുകയാണ് ചെയ്തത്. ഇപ്പം തന്നെ ഈ ക്ലാസ്സിൽ തന്നെ എന്താണ്, ഞാൻ ഫസ്റ്റ് എന്നെ തന്നെ തകർത്തു. ഞാൻ ഇതേപോലെ തന്നെ യോഗിയോ സിദ്ധനോ മിസ്റ്റിക്കോ ഒന്നുമല്ല. ഞാൻ ഇത്തരം എനർജിയെക്കുറിച്ചും അതോടൊപ്പം ഹീലിങ്ങിനെ കുറിച്ചും മെഡിറ്റേഷനെ കുറിച്ചും സൈക്കോളജി, ബിസിനസ്, മാർക്കറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം എന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കൊരു കടമായുള്ള റീസൺ എന്താണ്? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അജയ് അതേ, നിങ്ങളെ പേരറിയില്ല, അജയ് എന്നാണ് ഉള്ളത്. ഓക്കെ, ഇങ്ങനെ ഈ സൂമിൻ്റെ ID നെയിം അജയ് എന്നാണ്. നിങ്ങൾ പണം തിരിച്ചു കിട്ടിയെന്ന് കരുതുക. വീണ്ടും ഒരാൾ ഇതിൻ്റെ ഇരട്ടി തുക ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ലോണോ വീടോ പണയപ്പെടുത്തി നിങ്ങൾ കൊടുക്കും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് റൂട്ട് കോഴ്സ്. എൻ്റെ ഉള്ളിലുള്ള ഇങ്ങനെ അംഗീകാരം കിട്ടണം എന്നുള്ള ആഗ്രഹമാണ് ഞാൻ എൻ്റെ കാര്യം വിട്ടിട്ട് ഞാൻ മറ്റുള്ളവരെ സഹായിക്കാനും കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കാം. എന്നാൽ മാത്രമാണ് നിങ്ങൾ ലൈഫിൽ ചേഞ്ചസ് വരിക. ഓക്കെ, ഇതുവരെയുള്ള കാര്യം മനസ്സിലായി. മൂന്നാമത്തെ കാര്യമാണ് നിങ്ങൾക്ക്, ഞാനിപ്പോൾ അലൈൻമെന്റ് മാസ്റ്ററിൽ പറയുന്നതാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട തുകയെക്കാട്ടും ഇരട്ടിയായുള്ള തുക എത്രയാണ് നോക്കുക. അതിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ അതായത് ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കടങ്ങളോ ലോണോ കാര്യങ്ങളുണ്ടോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എത്ര രൂപയാണ് കടം, ലോണ് എന്നെല്ലാം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ദുർഗാദേവി, ഞാൻ സൂപ്പർ. ദുർഗാദേവി വേണം. എന്തൊക്കെയുണ്ട് സാർ? എനിക്ക് കടമല്ല, എനിക്ക് കടം തന്നെ വേണം പറയാൻ. എനിക്ക് സ്ഥലവും കച്ചവടം ചെയ്തിട്ടുണ്ട്. അത് 25 ലക്ഷം ഉറുപ്പ്യ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി അടുത്ത 25-ാം തീയതി കൊടുക്കേണ്ടതാ. ഞാനൊരു പ്രോപ്പർട്ടി 10 സെന്റ് സ്ഥലവും ഒരു അങ്ങാടിക്ക് അടുത്ത് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് വിറ്റ് കിട്ടുന്നില്ല. എനിക്ക് എങ്ങനെയും വിറ്റ് കിട്ടണം, അല്ലെങ്കിൽ എന്റെ 25 ലക്ഷം സാർ ഇപ്പൊ പറഞ്ഞതിന്റെ ബാക്കിയായിരിക്കും, എനിക്ക് നഷ്ടപ്പെടും. അത് 12 ലക്ഷം കൂടെ ഇനിയിപ്പോ അവർക്ക് കൊടുക്കണം. പിന്നെ രജിസ്ട്രേഷന്റെ ക്യാഷ് വേറെ, അതെല്ലാം കൂടെ എനിക്കിപ്പം ഒരു ക്യാഷ് വേണം. എനിക്ക് ആ സ്ഥലം ഒന്ന് വിറ്റ് കിട്ടണം. സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഒന്നും ഇങ്ങോട്ട് പോസിറ്റീവായി വന്നിട്ടില്ല. അല്ല, പോസിറ്റീവായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ചേഞ്ച് വരുന്നേരം മാറ്റം സംഭവിക്കും. ഞാൻ ഇന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും ഹോപ്നോബ്നോ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അത് പണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ബൈനോർ മ്യൂസിക് എല്ലാം ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഹലോ, നമസ്കാരം. ദുർഗാദേവി മേഡം അല്ലേ? ഓക്കെ, ക്യാമറ ഓൺ ചെയ്തില്ല. സുഖം, നല്ല ചേഞ്ച് ഉണ്ടല്ലോ. ഇനി നിങ്ങളിപ്പോൾ 20 ലക്ഷം ലോണുണ്ട്, കാര്യങ്ങളുണ്ട്, 35, 2 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി തുക നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് നിങ്ങൾ ഇതിൻ്റെ ഇരട്ടി തുക വേണം കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എത്ര ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് കടമുള്ളത്, അതിൻ്റെ ഇരട്ടി തുക ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും. ഇതിൽ 100 പേഴ്സിനെ പറ്റും, 100 പേഴ്സ് കിട്ടാനുള്ളത് നമ്മൾ അങ്ങനെ ചെയ്യണോ? വേണ്ടല്ലോ. അതെ, അതും അത് തന്നെ ചെയ്യണം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട തുകയാണത്. അത് നിങ്ങൾ അത് എഴുതണം, ടൈപ്പ് ചെയ്യാം. ഓക്കെ, 15 ലക്ഷം, ഓക്കെ, 8 ലക്ഷം, 10 ലക്ഷം, ഓക്കെ. അത്
ഓക്കെ, 46 ലക്ഷം. യൂട്യൂബ് ചാനൽ കാണുന്ന വ്യക്തികളാണെങ്കിൽ യൂട്യൂബിലൊന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഞാനൊരു കാര്യം ചോദിക്കുകയാണ് നിങ്ങളോട്. അത് ഇന്നത്തെ ടോപ്പിക് അതായതുകൊണ്ടാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കടമായ ഇത്ര രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള തുക മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതാണോ നിങ്ങൾക്ക് സന്തോഷം നൽകുക? ഏതാണ് നൽകുക? ഫസ്റ്റത്തെ ഓപ്ഷൻ ആണോ അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ആണോ? വേറെ ജോലി ഇല്ലാത്തവരെന്ത് ചെയ്യും? ജോലി ഇല്ലാത്തൊരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതല്ലേ നല്ലത്? മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റും എന്തെങ്കിലും, അതായത് നമ്മുടെ സ്കില്ല് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാക്കുക. ശരി. നമുക്ക് ദൈവം കുറെ സ്കില്ലുകൾ തന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പ്രായം എന്നൊന്നും ചിന്തിക്കണ്ട. ഓക്കെ, ഇപ്പോൾ ഷീല അലൈൻമെന്റ് മേശയിൽ, ഷീല മാഡം അലൈൻമെന്റ് മേശയിൽ വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത്ര പ്രായമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ അദ്ദേഹത്തോട് ഞാൻ കുറേ ബിസിനസ് ഐഡിയാസ് പറഞ്ഞു. അതിൽ അദ്ദേഹം കുറച്ച്, ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ കുറച്ച് ബിസിനസ് ആശയങ്ങൾ പറയും. ഞാൻ കുറേ ബിസിനസ് ഐഡിയാസ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന് ചെയ്ത് നോക്കും, നിങ്ങൾ വിജയിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഓർണമെൻറ്റ്സിൻ്റെ ബിസിനസ് ചെയ്തു, അതിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3rd ലൈവിലൊക്കെ ലാസ്റ്റിലുള്ള മൂന്നാമത്തെ അല്ലെങ്കിൽ 4ാമത്തെ ലൈവിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് വെൽത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. എനിക്ക് പ്രായമായി അല്ലെങ്കിൽ എനിക്ക് പ്രായം കുറഞ്ഞു പോയി. നോക്കൂ, എനിക്ക് നിങ്ങൾ ചിലപ്പോൾ ഇതിലുള്ള ആൾക്കാരെ കാണാൻ പ്രായം കുറവായിരിക്കും എന്നും കരുതിയിട്ട് എനിക്ക് ക്ലാസ് എടുക്കാനുള്ള കഴിവില്ലാന്ന് ഞാൻ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മളെ പ്രായം എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷനോ അല്ലെങ്കിൽ നിങ്ങൾ പ്രായം ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല. നിങ്ങൾക്ക് ഈ പ്രായത്തിൽ നിങ്ങൾക്ക് പല അറിവുകളും കിട്ടിയിട്ടുണ്ടാവും, പല എക്സ്പീരിയൻസ് ഉണ്ടാവും. അതിലൂടെ നിങ്ങൾ ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങളെ ചുറ്റും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണുകൾ തുറന്നു നോക്കിയാൽ മതി. ഞാൻ എല്ലാവരോടും ഇപ്പോൾ അലൈൻമെന്റ് മാസ്റ്ററിയിൽ വരുന്ന എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ബിസിനസ് എങ്കിലും, നിങ്ങൾ ജോലി ഉണ്ടാവും എന്നാൽ ഒരു ബിസിനസ് എങ്കിലും നിങ്ങൾ തുടങ്ങാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളത്. കാരണം ഞാൻ എപ്പോഴും പറയും, ഏതെങ്കിലും ഒരു ടെക്നിക്കോ കാര്യങ്ങളോ മാത്രം വെച്ചിട്ട് ഞാൻ പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കോഴ്സുകളോ കാര്യങ്ങളോ കൊടുക്കില്ലല്ലോ. കാരണം ഞാനത് ഓപ്പണായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്കത് മീൻസ് ഞാൻ ജെന്യൂനായിട്ട് നിങ്ങളോട് തുറന്ന് പറഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുക. എല്ലാ ദൂരത്തോളം കാലം ഞാൻ അന്ധതയാണ് നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യം എഴുതിയില്ലേ, ഇത്ര ഓക്കെ ഓപ്പോസിറ്റായിട്ട് ഇത്ര ഈ ലക്ഷ്യം എഴുതിയില്ലേ, ഇപ്പം 5 ലക്ഷമാണ് കടം, 10 ലക്ഷം ഉണ്ടാക്കണം. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, അതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഞാൻ പറഞ്ഞു അതായത് എനിക്ക് ഇത്ര ലക്ഷം രൂപ, ഞാൻ പറഞ്ഞു 48 ലക്ഷം രൂപ കടമുണ്ടായി. എന്നാൽ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ അതിനുവേണ്ടി ഞാൻ കുറേ ടെക്നിക്കുകൾ ഉപയോഗിച്ചു. എനിക്ക് പണം വന്നിട്ടുണ്ട്, കൊടുത്ത പണം വന്നിട്ടുണ്ട്, മുഴുവനായിട്ട് വന്നിട്ടില്ല, നല്ലൊരു ശതമാനം വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിന് വേണ്ടിയിട്ട് എൻ്റെ എനർജി ലെവലിൽ ഞാൻ താത്തേണ്ടതായിട്ട് വരുന്നു. അതായത് എനിക്ക് നഷ്ടപ്പെട്ട പണത്തെ തിരികെ കൊണ്ട് വേണ്ടി കുറേ ടെക്നിക്കലും കാര്യങ്ങളും വന്നുതരാം. അതെനിക്ക് നഷ്ടപ്പെട്ട പണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ട സമയം എന്ന് പറയുന്നത് എനിക്ക് എത്രയോ ഇരട്ടിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ എനിക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ അവസരത്തെ ഞാൻ നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് നഷ്ടപ്പെട്ട എത്ര തുകയാണോ 1 CR ഞാൻ ലക്ഷ്യം വെച്ചു, അത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു. അത് ഒറ്റയടിക്ക് 1 സെക്കൻഡ് കൊണ്ടല്ല, കുറച്ച് മാസങ്ങൾ കൊണ്ട് ഞാനത് മാനിഫെസ്റ്റ് ചെയ്തു. എന്താണ് നമ്മളുടെ ആഗ്രഹം, അതായത് നഷ്ടപ്പെട്ട തുകയല്ല മറിച്ച് ഉണ്ടാക്കേണ്ട തുകയെക്കുറിച്ച്. അതായത് നമ്മളെപ്പോഴും അബൻഡൻസ് ആയിരിക്കണം. അതായത് നമ്മളെ മനസ്സിൽ എപ്പോഴും ഒരു വലിയൊരു ലെവലിലേക്കുള്ള ഒരു അബൻഡൻസ് അതിനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നിങ്ങളെന്താണ് ഒരു അടുക്കളയിൽ, ഞാൻ എപ്പോഴും പറയാണ്ട് കഴിഞ്ഞ മുന്നത്തെ ലൈവിൽ ഇപ്പോൾ എലൈൻമെന്റ് മാസ്റ്ററിന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളൊരിക്കലും നിങ്ങളുടെ ലൈഫിൽ അടുക്കള, വീട്, ജോലി സ്ഥലം നിന്ന് മറന്നു പോവാതെ നിങ്ങൾ ലൈഫിൽ ഒരു അബൻഡൻസ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട എന്തെങ്കിലും അവസരം. ഇപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ മുന്നേ 1 മാസം മുന്നേ അല്ലെ 1.5 മാസം മുന്നേ ഞാൻ ക്ലാസ് പറഞ്ഞിരുന്നു. ഒരു ലക്ഷറി ഹോട്ടലിൽ പോയിട്ട് ഒരു ചായയെങ്കിലും കുടിക്കുക അല്ലെങ്കിൽ ഒരു കോഫിയെങ്കിലും കുടിക്കുക. ഇതിൽ എത്ര പേര് ചെയ്തിട്ടുണ്ട്? ഇതിൽ എത്ര പേര് അത് ചെയ്തിട്ടുണ്ട്? ചെയ്തു. എങ്ങനെയുണ്ട്? ഹൗ യു ഫീൽ? നല്ല ഇതായിരുന്നു. ഒരു ആദ്യം പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, അയ്യോ ആൾക്കാർ എന്നെ ശ്രദ്ധിക്കുകയോ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടില്ല. സാറേ ഞാൻ കുറെ രാജ്യങ്ങൾ പോയി. അതാണ് നിങ്ങളെ യൂറോപ്പ് മുഴുവൻ പോയി, സിംഗപ്പൂര് പോയി, തായ്ലൻഡ് പോയി, ശ്രീലങ്ക പോയി, അവിടേക്ക് 7 സ്റ്റാർ 5 സ്റ്റാർ ഒക്കെ പോയി.
അതെ. അത് നിങ്ങൾ പോകുന്ന സമയത്ത് ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞെന്നറിയാം. ഞാൻ പണ്ട് എറണാകുളത്താണ് എനിക്ക് ജോലി കിട്ടിയത് ഫസ്റ്റ് തന്നെ. എറണാകുളത്ത് കഫേ കോഫിയുടെ ജോലി ചെയ്തിരുന്നു. അന്നേരം ഈ ഹോട്ടൽസിലും അന്നേരം ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ ആദ്യം സ്വപ്നം കണ്ടു ഇതൊന്നും എനിക്ക് നടക്കില്ല. ഓരോടെ ഇങ്ങനെ ഒലിവ് ഡൗൺ ടൗൺ, ഹയാത്ത്, ഹോളിഡേ ഇൻ, ക്രൗൺ പ്ലാസ, അതുപോലെയുള്ള ഹോട്ടൽസ്, മെറിഡിയൻ, ലീ മെറിഡിയൻ എന്നൊക്കെ പറയുന്ന ഹോട്ടൽസ് കാണുന്ന സമയത്ത് ഞാൻ ദൂരെ നിന്നാണ് ചുറ്റുള്ള അവരെല്ലാം കാണുന്ന സമയത്ത് അതെല്ലാം ഭാഗ്യവാന്മാർ, ഇതൊന്നും എനിക്ക് നടക്കില്ല. കാരണം എൻ്റെ അച്ഛനും അമ്മയും സാധാരണക്കാരാണ്, അവരൊന്നും എക്സ്പീരിയൻസ് ചെയ്തില്ല എന്ന രീതിയിലേക്ക് വന്നു. പിന്നെയാണ് ഇതേപോലെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാക്കിയത് ഇതൊന്നും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മളെ മൈൻഡിനെ ചുരുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഡ്രീം ചാനൽ എഴുതി വെക്കുക. നിങ്ങളെ നാട്ടിലെ ഇപ്പം നാട് ചിലപ്പം എറണാകുളത്താണെങ്കിൽ നല്ലത്, എറണാകുളത്താണ് തോന്നുന്നു ലക്ഷറി ഹോട്ടൽസ് മിക്കതുള്ളത്. പിന്നെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ രാവിസ് കടവ് എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്, അവിടെ പോയി വെക്കുക. അല്ലെങ്കിൽ നിങ്ങളെ നാട്ടിലെ ഏറ്റവും ലക്ഷറി ഹോട്ടലിൽ പോയിട്ട് നേരത്തെ ഒരു കോഫി കുടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളെല്ലാവരും ഡ്രീം ജേൺ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കും. കാരണം ഞാനത് കഴിഞ്ഞ തവണ അർച്ചന എന്ന് പറഞ്ഞ ആൾ ചെയ്തിരുന്നു, കുറച്ച് പേര് ചെയ്തിരുന്നു. ഇപ്പം നമ്മളെ എലൈൻമെൻറ്റ് മാസ്റ്ററിലെ അനു ചെയ്തിരുന്നു, അങ്ങനെ കുറേ പേര് ചെയ്തിരുന്നു. അന്നേരം അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ വൈബിനെ ഉയർത്തുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഉയർത്തി കൊണ്ടുവരുന്ന സമയത്ത് പിന്നെ ഒരു ലഹരിയായി മാറും. അതായത് നിങ്ങൾക്ക് ഇമ്പോസിബിൾ അല്ലാത്ത ഒരു കാര്യമായിട്ട് മാറും. കാരണം നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ലക്ഷറി എന്താണെന്ന്. ഇത് ഞാനിവിടെ പറയാണ്, സമ്പന്നമായി ചിന്തിക്കുമോ അതുകൊണ്ട് കാര്യമില്ല. കാര്യം എപ്പോഴാണെന്ന് അറിയാമോ? ലക്ഷറി ലൈഫ് സ്റ്റൈൽ. ഇപ്പം മിനി രചിക്ക് നിങ്ങൾക്ക് ലക്ഷറി എന്താണെന്ന് പറഞ്ഞിടേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഫീലിംഗ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫീലിംഗ് വരും അല്ലേ? നേരെ മറിച്ച് ഇതിൽ വേറെ ആളാണെങ്കിൽ ഓക്കെ സമ്പന്നമായിട്ടുള്ള ചിന്ത എന്നൊക്കെ പറയുന്ന സമയത്ത് അത് അറിയില്ല. നിങ്ങൾ ബോധപൂർവ്വം ചിന്തിക്കുക, അയ്യോ ഇതാണ് സമ്പന്നമായിട്ടുള്ള. പക്ഷെ അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് ഇപ്പം ഒരു ഐസ്ക്രീം അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റോ കാര്യങ്ങളുണ്ടെന്ന് പറയണം. ചോക്ലേറ്റിന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നല്ലൊരു പുളിയിൽ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കാം. ഒരു പുളി വേണ്ട, മാങ്ങ ഞാൻ എന്ത് ചെയ്തു, പച്ച മാങ്ങ നല്ല കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് കുറച്ച് മുളകിട്ടു, അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് തേച്ചു, എന്നിട്ട് നല്ലോണം പെരക്കിയിട്ട് വായിലേക്ക് വെച്ചു. നല്ല ടേസ്റ്റോടെ കഴിച്ചു. നിങ്ങൾക്കെല്ലാം ഉമിതിരി വന്നില്ലേ? വന്നു. ഇതേപോലെ തന്നെയാണ് നിങ്ങൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ എക്സ്പീരിയൻസ്, എനർജി ഇൻ മോഷൻ എന്നുള്ളതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എനർജി ഇൻ മോഷൻ കോൾഡ് ഇമോഷൻസ്. ഈ ലോകം മൊത്തം എനർജി യൂണിവേഴ്സാണ്. അത് ഞാൻ ഇനീഷ്യൽ ടൈമിൽ ഞാൻ പറയുന്ന സമയത്ത് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. കാരണം നിങ്ങളെപ്പോലെ തന്നെ ഞാൻ കുറേ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. 1000-ൻ്റെ 2000-ൻ്റെ എല്ലാം ഇങ്ങനെ 50,000-ൻ്റെ 60,000-ൻ്റെ കോഴ്സുകളെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാ ട്രെയിനേഴ്സും പറയുന്നതാണ് ഇതൊരു എനർജി യൂണിവേഴ്സാണ്. പക്ഷേ ഈ എനർജിയെ മനസ്സിലാക്കുകയാണെങ്കിൽ എനർജി എക്സ്പീരിയൻസ് ചെയ്യണം. അത് നിങ്ങൾ അടുക്കളയിൽ ഇരുന്നിട്ട് നിങ്ങൾ സമ്പന്നതയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ കാര്യമില്ല അല്ലേ? സാറേ ഞാനേ ദിവാസ്കർ എന്നും പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് 10,000 കൊടുത്തു, 4 വാങ്ങി. അപ്പൊ അത് നമ്മൾ ആളിന് ചേർക്കണം. പക്ഷെ ഒരു സൈഡ് എനിക്ക് അവര് പറയുന്ന ആള് കൊണ്ട്, ഒരു സൈഡ് ആള്. പക്ഷെ ഒരു പാക്കറ്റിന് തന്നെ 2,500 രൂപയാ. അപ്പൊ ഞാൻ ഇറങ്ങിയാൽ അതിനു വേണ്ടി ആളിനെ കിട്ടുമോ? അവര് എന്നെ വിളിച്ചോണ്ടിരിക്കുക, നിങ്ങൾ ഒരു സൈഡ് നിങ്ങൾ വർക്ക് ചെയ്യുന്നു പറയുന്നു. അല്ല, അതിന് നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യണം. മനസ്സിലായോ? അതായത് നിങ്ങളെ പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയില്ല, പക്ഷേ ഈ പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ള കാര്യമാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അത് ഒരു വെളിയിൽ നിന്ന് വരെ ഒരു പൊടിയാ. അത് 11, ഒരു പാക്കറ്റിൽ 11 ഉണ്ട്. അത് നമ്മുടെ ആരോഗ്യത്തിനും പല അസുഖം, ഷുഗർ അങ്ങനെയൊക്കെ മാറുമെന്നാ പറയുന്നത്. മാറും എന്നാണ് പറയുന്നത്. അതായത് മാറും എന്നാണ് നിങ്ങൾ പറയുന്നത്, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല. ഞാനും കഴിച്ചു, അത് 3 പാക്കറ്റ് ഞാൻ കഴിച്ചു. അതെ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ തന്നെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ കാറ് മേടിച്ച്, വീട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രൂപത്തിൽ, എൻ്റെ ക്യാരക്ടറിലുള്ള ചേഞ്ചാണ്. നിങ്ങൾക്ക് എൻ്റെ ആദ്യത്തെ വീഡിയോസ് കാണുന്നത് മനസ്സിലാവും, അത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ട്. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. കാരണം ലോ ഓഫ് അട്രാക്ഷൻ എൻ്റെ ലൈഫിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ എക്സ്പീരിയൻസ്, അതായത് മാറുമായിരിക്കും എന്നാണ് പറഞ്ഞത്. ആയിരിക്കും, അതായത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യില്ല. അല്ല, വേറൊരു സാറ് വന്ന് ക്ലാസ് എടുക്കും എന്നൊക്കെ പറഞ്ഞ ചേച്ചിയുടെ മോനാ എന്നെ വിളിച്ചിട്ട് പോയത് തന്നെ. എന്നിട്ട് അവനെ ഇതിൽ എന്നെ ചേർത്ത് വിട്ടത്. 10,000 രൂപയ്ക്ക് 4 പാക്കറ്റ് എന്നെ കൊണ്ടെടുപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു കാര്യം പറയുന്ന സമയം നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യണം. എന്നാലും പറയുന്ന സമയത്താണ് ആൾക്കാർക്ക് ജെന്യൂനിറ്റി ഫീൽ ചെയ്യുക. ഇപ്പം നമ്മൾ
ഞാനിപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും കാര്യങ്ങൾ പറയുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. ഇപ്പം ഞാൻ അതാണ് പറയുന്നത്, ഇപ്പം ലോ ഓഫ് അട്രാക്ഷൻ ഏതോ ടെക്നിക്കലോ കാര്യങ്ങളല്ല, മറിച്ച് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തിട്ട് എന്തെങ്കിലും ബിസിനസ്സോ ജോലിയോ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തത്. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു പ്രൊഡക്റ്റോ കാര്യങ്ങളോ പറയുന്നെങ്കിൽ സ്വന്തം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വാട്ടവർ നിങ്ങൾ എന്ത് പ്രൊഡക്റ്റാണോ അത് എക്സ്പീരിയൻസ് ചെയ്യുക. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യുന്ന സമയത്ത് അത് അവർക്ക് ഫീൽ ചെയ്യും പറയുന്നത്. മനസ്സിലായോ? അല്ല സാറേ, ഇത്രയും രൂപ കൊടുത്ത് എടുക്കാനായിട്ട് ആളുകളില്ല, അതാണ്. അത് വെറുതെ ചിന്തിക്കുന്നതാണ്. ഞാൻ ആദ്യം ഞാൻ കോഴ്സ് കണ്ടക്ട് ചെയ്തത് 333 രൂപക്കാണ്. ഞാനന്ന് ചിന്തിക്കുന്നത് വെച്ചാൽ എല്ലാവരുടെ കയ്യിലും പൈസ ഇല്ലാന്നല്ല. പിന്നെ 1000 രൂപയാക്കി. അന്നേരം എൻ്റെ സ്റ്റുഡൻസ് എന്നെ 10,000 20,000 എല്ലാം കോഴ്സ് എടുക്കുക. അന്നേരം എൻ്റെ മനസ്സെപ്പോഴും ചെറുതായിരുന്നു. ഇപ്പം ഞാൻ 3000 എത്തി. 3,333 6,666 രൂപയുടെ കോഴ്സെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. ആൾക്കാർ ഇഷ്ടം പോലെ നമ്മൾ ചിന്തിക്കുകയാണ്, നിങ്ങൾ മനസ്സിനെ കുറക്കുകയാണ്. അതായത് ആൾക്കാർ വരില്ല, നിങ്ങളുടെ മനസ്സിൽ തന്നെ എന്താണ് പറയുന്നത്, ആൾക്കാർ വരുന്നില്ല എന്നല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം കൊണ്ടാണ് എനിക്ക് ചക്ര മാനിഫെസ്റ്റേഷനിൽ ഏകദേശം 100 മെമ്പേഴ്സിലേക്ക് മാറിയത്. എന്നിട്ട് കൂടെ എനിക്ക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ, കാരണം ഓൾറെഡി അത് മാനിഫെസ്റ്റ് ചെയ്ത് അതെല്ലാം സിമ്പിളായിട്ടുള്ള കാര്യമാണെന്നുള്ള രീതിയിലേക്ക് മാറും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം അറ്റ്ലീസ്റ്റ് ആ പ്രൊഡക്റ്റ് ഒന്ന് ഉപയോഗിക്കുക, എന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ അത് പറയുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ കണ്ണുകളിലും നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ചേഞ്ച് ആവും. അപ്പം ഞാൻ തന്നെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് സന്തോഷമുണ്ട്, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം എൻ്റെ ലൈഫിൽ ഇപ്പം ഞാൻ കാർ നേടി, വലിയ വീട് നേടി, ഇതെല്ലാം നേടി എന്ന് പറയുന്നതിനേക്കാൾ ഉപയോഗിച്ച് എൻ്റെ ക്ലാസ്സുകൾ ഞാൻ അതാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഞാൻ എൻ്റെ വലിയ സക്സസ്സോ കാര്യങ്ങളോ ഞാൻ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേടിയതുകൊണ്ട് കാര്യമില്ലല്ലോ, ഞാൻ പലതും നേടും. പക്ഷെ അതല്ല, നിങ്ങൾ ലൈഫിൽ ഓരോ വ്യക്തിയുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്ന സമയത്താണ് എനിക്ക് പേഴ്സണലി ഹാപ്പിനെസ് ഉള്ളത്. എനിക്ക് വേണമെങ്കിൽ മെർസിഡീസ് കാർ മേടിക്കാം, അതെല്ലാം മേടിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ അത് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ പ്രൊഡക്റ്റ് ഒന്ന് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനെ കുറച്ച് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ, എനിക്ക് ആദ്യമുള്ളൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, എല്ലാവരോടും ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറഞ്ഞു നടക്കുക. അതല്ല നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ്ത് പിന്നെ അവർ ചോദിക്കാൻ തുടങ്ങും എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ രീതിയിൽ. അതേപോലെ തന്നെയാണ് പണത്തിൻ്റെ കാര്യത്തിലും. നിങ്ങൾ പണത്തെ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ പണത്തെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി ശീലിക്കുക. പണം എന്ന് പറയുന്നത് നമ്മൾ അതായത് മറ്റുള്ളവരെ സഹായിക്കേണ്ട ഒരു വസ്തുവല്ല, മറിച്ച് നിങ്ങളുടെ ഒരു സുഹൃത്താണ്. ഞാൻ എപ്പോഴും എൻ്റെ ഒരു സുഹൃത്തിനെ പോലെയാണ് പണത്തെ ഒരു സുഹൃത്തിനെ പോലെ ട്രീറ്റ് ചെയ്യുക, ഒരു വ്യക്തിയെ പോലെ തന്നെ. അതുകൊണ്ടാണ് ഹിന്ദു ആചാരപ്രകാരം, മെയിനായിട്ട് ഹിന്ദു റിച്വൽ പ്രകാരം പണത്തെ ലക്ഷ്മി ദേവിയായിട്ടാണ് സങ്കല്പിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി ശീലിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സാറേ, ഈ വേറെ ഒരു ഇതിൽ ഞാൻ കണ്ടാണ് ഒരു നമ്മുടെ ഈ നോട്ടൊക്കെ ചുരുട്ടി വെക്കാൻ പറയുന്നു, അതാണോ അത് നമ്മളെ അതെന്താണെന്ന് വെച്ചാൽ മാനിഫെസ്റ്റേഷനിൽ ഒരു മാജിക് ബോൾ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് അരിയെല്ലാം ഇട്ടിട്ട് ചുരുട്ടി വെക്കുന്നല്ലേ? ആന്ന്. അതൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. ശരി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ചോദിക്കാനായിരുന്നു സാറേ. വിഷ്വൽസ് ചെയ്തിട്ടാണ് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അത് നമ്മളെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഭാഗം എന്ന് പറയുന്നില്ലേ? അപ്പൊ അതിൽ സാർ ഇപ്പൊ അടുത്ത് ഇന്നലെ ഒരു ഇതിട്ടുണ്ടായി, വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഒരു സാറിന്റെ ഒരു റിലേറ്റീവ് ആണ്, ചേച്ചി ഡൈവേഴ്സായി, അവിടെ അമ്മായിമ്മ പോരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു സാറിന്റെ ഒരു വീഡിയോ ഉണ്ട്. ഇപ്പൊ ഇന്നലത്തേലുണ്ടായിരുന്നു. സാറിന്റെ ചേച്ചി റിലേറ്റീവ് ആണെന്നാ പറഞ്ഞത്. അവര് അമ്മായിമ്മ പോര് കാരണം TV സീരിയലൊക്കെ കണ്ടിട്ട് ആകെ പ്രോബ്ലം ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സംഭവം ശരിയാണ്. കണ്ടു കഴിഞ്ഞ് നമുക്കത് മനസ്സിൽ വിഷ്വൽസ് ചെയ്യാൻ വരുമ്പോ ആദ്യം നമുക്ക് കേറി വരുന്നത് അന്ന് നമ്മൾ കണ്ട ആ ഒരുപാട് കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് അത് കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞ ചിരിയാണ് വന്നത്. എന്താ വെച്ചാൽ ആ ഒരു ലെവലിൽ എനിക്കും ഇവിടെ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇതിരുന്ന് ഇരിക്കുമ്പോ ആ സംഭവമാണ് എന്റെ മനസ്സിലോട്ട് ഇങ്ങനെ കേറി വരുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ വേഗം തെന്നി മാറും. നമ്മള് ഇപ്പുറത്ത് കുരങ്ങന്മാരുടെ അടവായി ഈ കൊമ്പത്തുനിന്ന് ആ കൊമ്പത്തേക്ക് അങ്ങനത്തെ അതൊരു എനിക്കൊരു കൺട്രോൾ കിട്ടുന്നു എന്റെ മനസ്സിന്. അപ്പൊ ഞാൻ അത് നിർത്തണോ വേണ്ടയോ? നിങ്ങൾ പറഞ്ഞ ചോദ്യം എനിക്ക് ക്ലിയർ ആയില്ല. അതായത് നിങ്ങൾ സീരിയൽ കണ്ടിട്ട് ആ പ്രോബ്ലം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണ്. അതായത് നമ്മൾ വിഷ്വൽസ് ചെയ്യാൻ പറഞ്ഞില്ലേ സാർ, എന്ത് കാണും നമ്മള് മനസ്സിൽ നിങ്ങൾ വിഷ്വലൈസേഷൻ, പണമായിട്ട് ബന്ധപ്പെട്ട വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് പണം നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുന്നതിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ ഇതേപോലെ നെഗറ്റീവായിട്ട് കാണാതിരിക്കണം എന്ന് ചിന്തിക്കുന്നതിന് ഉപരിയായിട്ട് നിങ്ങൾ എന്താണ് വേണ്ടത്.
ഇപ്പം പലരും എന്താ ചിന്തിക്കുന്നത് വെച്ചാൽ എനിക്ക് ഇപ്പം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് കടങ്ങൾ തരല്ലേ ദൈവമേ, എനിക്ക് രോഗങ്ങൾ മാറ്റി തരണേ ദൈവം എന്ന് പ്രാർത്ഥിക്കാതെ അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യാതെ നിങ്ങൾ വേണ്ട കാര്യങ്ങളെ കുറിച്ച് മനസ്സിൽ കാണുക. മനസ്സിലായത് അത് കാണുന്ന സമയത്ത് നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം ആ ദിവസം കഴിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇപ്പത്തേക്ക് ചാടി ഇങ്ങോട്ട് വരിക. പിന്നെ എന്റെ മനസ്സിൽ അതാണ്ട് പോയി തീർന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മെഡിറ്റേഷൻ്റെ വിഷ്വൽ ഗൈഡഡ് മെഡിറ്റേഷൻസ് അത് ഇയർഫോൺ വെച്ച് കേട്ടുകൊണ്ട് ചെയ്യാം. അത് ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പം ഞാൻ പറയുന്നത് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഓരോന്നും സങ്കല്പിച്ചിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്തു. ആ സങ്കല്പത്തിലേക്ക് മനസ്സങ്ങോട്ട് വരുന്നില്ല, അപ്പോഴേക്ക് വേറെ മനസ്സിലേക്ക് കയറി വരികയാണ്. ഓക്കെ ഓക്കെ. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു 5 മിനിറ്റ് ശ്വാസം ശ്രദ്ധിച്ചുകൊണ്ടൊന്നിരിക്കുക. അന്നേരം നിങ്ങൾക്ക് ഫോക്കസ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഫോക്കസ് ഇല്ലെങ്കിൽ 100 മുതൽ 1 വരെ ഉണ്ടാവും. അതിന് ഫോക്കസ് കിട്ടുന്നെങ്കിൽ 100, 98, 96, 94, 93 അങ്ങനെ ഒന്നും വേണ്ട. അന്നേരം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ നമ്പേഴ്സിൽ ഫോക്കസ് കിട്ടും. ഒന്ന് ചെയ്തു നോക്കും. ഓക്കെ. നമ്മളിവിടെ പറഞ്ഞു തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തിൻ്റെ റെസ്പെക്ട് ചെയ്യാൻ പഠിച്ചു. പിന്നെ നമ്മൾ സെൽഫ് റെസ്പെക്ട്, സെൽഫ് ലവ്, പിന്നെ പണത്തെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി ശീലിക്കണം. അതുകൊണ്ട് നിങ്ങൾ പണത്തെ ഇപ്പം ഓരോരോ കാര്യങ്ങളിൽ വെക്കാതെ നിങ്ങൾ എപ്പോഴും അതിനെ റെസ്പെക്ട് ചെയ്യുന്ന അമ്പലം ഒരു നല്ലൊരു ഡിവൈൻനെസ് ആയിട്ട് പോക്കറ്റിലേക്ക് വെക്കുന്ന സമയത്ത് എല്ലാം തന്നെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ പണത്തിൻ്റെ ട്രാൻസാക്ഷൻസും ആരെങ്കിലും ഒരു സക്സസ് ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴും അവരെ അഭിനന്ദിക്കുക. ഇപ്പോൾ നമ്മളെല്ലാവരും അഭിനന്ദിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? മറ്റുള്ളവരുടെ സക്സസ് കാണുന്ന സമയത്ത് എന്തിനാ അവരത് നേടിയല്ലേ, എന്തിനാ ഞാൻ അഭിനന്ദിക്കുന്നത്? അങ്ങനെയല്ല, നിങ്ങൾ അഭിനന്ദിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ സക്സസ് ഉണ്ടെങ്കിലും നിങ്ങളെ ഓരോരുത്തരെയും സക്സസ് സ്റ്റോറീസ് കേൾക്കുന്നതിന് എനിക്ക് സന്തോഷമാണ്. ഞാൻ നിങ്ങളെല്ലാവരും അഭിനന്ദിക്കാൻ തയ്യാറാണ്. കാരണം എന്താണ്, നിങ്ങളെ അഭിനന്ദിക്കുന്ന സമയത്ത് ഞാൻ അതിനേക്കാൾ ഉയർന്ന ലെവലിലേക്കാണ് നിൽക്കുന്നത്. ഒരാൾ അംഗീകരിക്കണമെങ്കിലോ അഭിനന്ദിക്കണം, നിങ്ങൾ അതിനേക്കാൾ ഉയർന്ന ലെവലിലേക്ക് നിൽക്കണം. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സക്സസ് കാണുന്ന സമയത്ത് അവരെ അഭിനന്ദിക്കുക. ചിലപ്പോൾ അവരോട് നേരിട്ട് പറയാൻ പറ്റണമെന്നില്ല, ചിലപ്പോൾ അവരെ നിങ്ങൾക്ക് പേഴ്സണലി അറിഞ്ഞില്ല, അങ്ങനെ പറയാം, ഓ നല്ല കാര്യം അവർ നേടിയല്ലോ. നേരെ മറിച്ച് കമൻറ്റ് ബോക്സിൽ നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് ഈ ഓരോരുത്തരും വലിയ ലക്ഷറി ഇങ്ങനെ യാത്രകൾ ചെയ്യുന്ന സമയത്ത്, ലക്ഷറി വെഡിങ് ചെയ്യുന്ന സമയത്തോ ഇത് പാവങ്ങൾക്ക് കൊടുത്തൂടെ എന്നൊക്കെ രീതിയിൽ ദാരിദ്ര്യപരമായിട്ടുള്ള കമൻസ് കാണാറുണ്ട്. അങ്ങനെയുള്ള കമൻറ്റുകൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. പറഞ്ഞിട്ടുണ്ട് സാറേ. അത് കണ്ടില്ലേ, ഇപ്പം കണ്ടില്ലേ, നിങ്ങളുടെ ഉള്ളിൽ ലാക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പണം നഷ്ടപ്പെട്ടത്. ഞാനൊരിക്കലും അങ്ങനെ പറയാൻ വേണ്ടിയിരുന്നില്ല. ആദ്യമല്ല എനിക്കുണ്ടായിരുന്നു. ആദ്യമല്ലോ എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണെന്ന് പറയാം, പാവങ്ങളെ സഹായിക്കുക, അല്ലെങ്കിൽ ഇത്രയും കോടികൾ ഉണ്ടാക്കിയിട്ട് ഇയാളെന്തിന് ഇത്രയും വലിയ വീട് വെക്കുന്നത്, അല്ലെങ്കിൽ എന്തിന് ഇത്രയും വലിയ ലക്ഷറിയായിട്ട് നടക്കുന്നത് എന്നൊക്കെ ചിന്തിക്കും. അതെല്ലാം തന്നെ നമ്മൾ ലാക്കിലേക്ക് നയിക്കുന്നതാണ്, ഇല്ലായ്മയിലേക്ക് നയിക്കുകയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് അട്രാക്ട് ചെയ്യും. നേരെ മറിച്ച് ഒരു കോടീശ്വരനെ കാണുന്ന സമയത്ത് നല്ല കാര്യം, അയാളുടെ കഴിവ് ഉപയോഗിച്ചിട്ടാണ് നേടിയത്, ഒരു ദിവസം ഞാനും അതേപോലെ തന്നെ ഒരു പൊസിഷനിലേക്ക് വരും എന്നുള്ള ഒരു മനസ്സിൽ പറയുക, അല്ലെങ്കിൽ മനസ്സിൽ ആ ഒരു സങ്കല്പം കൊടുക്കുക. അത് നിർബന്ധമായിട്ട് അല്ലെങ്കിൽ ഉറപ്പായിട്ട് അത് വന്നിരിക്കും. നമ്മൾ അങ്ങനത്തെ, അതായത് ഞാൻ പറഞ്ഞെന്താണ്, കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ കടങ്ങൾ എന്ന് പറഞ്ഞ് നിൽക്കാതെ സമ്പന്നൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, സമ്പന്നനെ കാണുന്ന സമയത്ത് അവരെ അംഗീകരിക്കാനും അഭിനന്ദിക്കാനും നമ്മൾ ശീലിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അവിടെ എന്താണ്, നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു, നിങ്ങൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ ശ്രമിക്കും. അതായത് സെൽഫ് റെസ്പെക്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ ശീലിക്കുക. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, നിങ്ങളൊരു ഇങ്ങനെ ഒരു മിസ്റ്റിക്കായിട്ടോ അല്ലെങ്കിൽ യോഗിയായിട്ടോ സിദ്ധനായിട്ടോ എന്നെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് റെസ്പെക്ട് ഉണ്ടാവില്ല. നിങ്ങൾ എന്നെ എന്തോ വലിയ സംഭവമായിട്ട് കരുതും. ഞാനും നിങ്ങളും ഈക്വലാണ്. ഗുരു എന്ന് പറയുന്നത് വ്യക്തിയല്ല, മറിച്ച് അറിവാണ്. ഇപ്പം ഞാൻ ഒരു ഗുരുവായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ മുന്നിലിരിക്കുന്ന 100 മെമ്പേഴ്സും എൻ്റെ ഗുരു തന്നെയാണ്. കാരണം എന്നിലില്ലാത്ത എത്രയോ അറിവുകൾ നിങ്ങളിലുണ്ട്, അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ അതായത് നിങ്ങൾ ഒരു വ്യക്തി ആരാധന, ഇപ്പം ഞാൻ എന്തോ വലിയ സംഭവമാണ് അല്ലെങ്കിൽ വേറൊരു ആൾ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി ലെവലിനെ ലോകമൊക്കെയാണ് ചെയ്യുക. ഞാനും അവരും ഇപ്പോൾ അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം പറയല്ലേ, ഞാനും അയാളും വ്യത്യാസമൊന്നുമില്ല. കാരണം നമ്മുടെ ഉള്ളിലുള്ള ദൈവീക ചൈതന്യമാണ് ആ വ്യക്തിയിലുള്ളത്. ആ വ്യക്തി സക്സസ് ആകാനുള്ള കാരണം എന്താണ്, വിജയിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം എങ്ങനെയാണ് മനസ്സും അതോടൊപ്പം എങ്ങനെയാണ് അത് പ്രവൃത്തിയിലേക്ക് മാറുന്നത് എന്നുള്ളത്. ഇപ്പം നമ്മൾ എത്ര പ്രവർത്തിക്കാൻ, ഇപ്പം ഞാൻ പണ്ടല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മണിക്കൂർ ഇങ്ങനെ ഈ ഗുജറാത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചില സമയം ഷട്ട് ഡൗൺ വർക്ക് ചെയ്യും.
ഇങ്ങനെ 24 മണിക്കൂറിൽ ഷട്ട് ഡൗൺ വർക്കുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഈ പ്ലാന്റ് അടച്ചിട്ടിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുൾ 24 മണിക്കൂറും. അതായത് നമുക്കൊരു ഇങ്ങനെ ഫുഡ് കഴിക്കാനോ കാര്യങ്ങളോ സമയമുണ്ട്. കാരണം പ്ലാന്റ് അടച്ചിട്ടുണ്ടാകുക അങ്ങനെ വർക്ക് ചെയ്തിരുന്നു. കാരണം എന്താണ്, അവന് പൈസ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് എന്നുള്ള ചിന്തയാണ്. ഹാർഡ് വർക്കല്ല ചെയ്യുന്നത്, നമ്മളെ എനർജി ലെവലിനെ അലൈൻ ആക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്. നമ്മളുടെ താല്പര്യം അനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത പോയിന്റ് എല്ലാവരും ചെയ്യാം. പണത്തെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് സമ്പന്നത തരികയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് സമ്പത്ത് എടുക്കുകയും ചെയ്യുന്നു. ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് സമ്പത്ത് എടുക്കുകയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ആൾക്കാർ സമ്പത്ത് നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് വേണമെങ്കിൽ എഴുതി ഒട്ടിച്ചു വെച്ചോളൂ. സാർ എന്റെ മനസ്സിലുണ്ട്, ഞാൻ എപ്പോഴും കോടീശ്വരിയാവും എന്റെ മനസ്സിലുണ്ട്. ചിന്തയുണ്ട് അവിടെ. ഒന്നുകൂടെ പറഞ്ഞു സാറേ, വേള് കഷ്ടപ്പെട്ട്. അതായത് ജസ്റ്റ് സിമ്പിളായിട്ട് പറയുന്നെങ്കിൽ, നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ സമ്പത്ത് നിങ്ങളിലേക്ക് വരും. ചെയ്യുന്നത് സമ്പത്ത് നഷ്ടപ്പെടും. സമ്പത്ത് നിങ്ങളിലേക്ക്, നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിൽ നിന്ന് സമ്പത്ത് നഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് സമ്പത്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതാണ്. അതെപ്പോഴും മനസ്സിൽ വെക്കുക. കാരണം നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ആവട്ടെ, ജോലി ആവട്ടെ, അത് ഇഷ്ടപ്പെട്ടിട്ടാണോ? അത് ഇഷ്ടപ്പെട്ടിട്ടാണ്. ഇപ്പം ഞാൻ തന്നെ പേഴ്സണലി ഞാൻ പറഞ്ഞുതരാം എൻ്റെ സ്റ്റോറി തന്നെ. അതായത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒരു പ്ലാനും ഉണ്ടായില്ല. പക്ഷേ എനിക്ക് യൂട്യൂബ് ചാനൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എന്താണ്, ലോ ഓഫ് അട്രാക്ഷൻ, ഞാൻ പറഞ്ഞില്ല, ഇതേപോലുള്ള പാത്തിലൂടെ മന്ത്രവാദം, തന്ത്രവാദം, ഇതേപോലെ സിദ്ധന്മാർ, യോഗിമാർ, മിസ്റ്റിക്കുകൾ, അങ്ങനത്തെ കുറേ പേരെ ഞാൻ ഫോളോ ചെയ്തിരുന്നു. അവരിൽ നിന്നെല്ലാം എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പുസ്തകങ്ങൾ റെഫർ ചെയ്തു, അങ്ങനത്തെ വ്യക്തികളെ പരിചയപ്പെട്ട് ആ വ്യക്തികളായിട്ട് അങ്ങനെയെല്ലാം ഞാൻ ഫോളോ ചെയ്തിരുന്നു. എന്നാൽ അതെല്ലാം വ്യക്തിപരമായിട്ടുള്ള ആരാധനയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, അറിവിലേക്ക് മാറിയ സമയത്ത് എനിക്ക് അതിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാണെന്ന് അറിയാം, നിങ്ങളെ മനസ്സിലേക്ക് കയറണം. വ്യക്തിഗത ആരാധന കൊണ്ട് നിങ്ങൾ ലൈഫിൽ ചേഞ്ച് ചെയ്തില്ല. അവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഇഷ്ടപ്പെട്ട് നിങ്ങൾ ജോലി ചെയ്യണം. ഇപ്പം ഞാൻ തന്നെ, നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് എന്താണ്, ഇപ്പം തെരേസയ്ക്ക് നിങ്ങൾ ഈ മാർക്കറ്റിങ്ങോ സെയിൽസോ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിരിക്കും ചെയ്യുന്നത്. ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ യൂട്യൂബ് ചാനലിലും വീഡിയോ എഡിറ്റിങ്ങും വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് എനിക്ക് നല്ല ഹാപ്പിനെസ് ആണ് എനിക്ക് കിട്ടിയത്. അന്നേരം എന്ത് ചെയ്തു, അത് ചെയ്ത് വരുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമായി. മീൻസ് പണം എന്ന് പറയുന്ന ഫാക്ടറി ഉണ്ടായിരുന്നില്ല അവിടെ. ഞാൻ ഇപ്പോഴും പണം എന്ന് പറഞ്ഞ ഫാക്ടറിയിലല്ല ഞാൻ നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം എനിക്കിപ്പോൾ സ്വതവേ ഫ്രീ ക്ലാസ് കാര്യങ്ങൾ കൊടുക്കാൻ എന്താ ചെയ്യാന്ന് അറിയാം. ഒരു 10 മിനിറ്റ് ക്ലാസ് കൊടുക്കും, പിന്നെയുള്ള 3/4 മണിക്കൂറും ഓക്കെ ഇന്ന സെയിലുണ്ട്, ഇന്ന കോഴ്സ് ഉണ്ട്, ഇങ്ങനെ മേടിക്കൂ, നിങ്ങൾ വാങ്ങൂ, ഇത്ര ഓഫർ ഉണ്ട് എന്നാണ് പറയാം. ഞാൻ ഇതൊരു കോഴ്സിനെ കുറിച്ചൊന്നും പറഞ്ഞു, കാരണം എനിക്ക് അതിൻ്റെ ആവശ്യം. ചിലപ്പോൾ ഞാനത് കഴിഞ്ഞ ലൈവിൽ പറഞ്ഞു ഇന്നത്തെ ക്ലാസ്സിന്, കാരണം എല്ലാവരും ചോദിക്കും ഇന്ന ഇലൈൻമെന്റ് മാസ്റ്ററിൽ ഇന്ന ക്ലാസ്സിൽ എന്തൊക്കെയാണുള്ളത്, അത് ആവശ്യമുള്ളവർ ജോയിൻ ചെയ്യട്ടെ, അല്ലെങ്കിൽ അവർക്ക് അർഹത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ഓക്കെ ആണെങ്കിൽ അത് ജോയിൻ ചെയ്യട്ടെ എന്നാണ് ചിന്തിക്കുക. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം അത് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. ഈ ലൈവിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറാകാൻ പോകുന്നു. എന്നിട്ട് എനിക്ക് ഇനീഷ്യൽ ടൈമിൽ എനർജി തന്നെ ഇപ്പോഴും ഉണ്ട്. കാരണം എന്താണ്, ഞാൻ ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളെ ലൈഫിൽ നിന്ന് പണം നഷ്ടപ്പെടും. അതെങ്ങനെയാണെന്ന് അറിയാമോ, ഞാൻ IT പ്രൊഫഷനിൽ എൻ്റെ ഫ്രണ്ട്സ് വർക്ക് ചെയ്തിരുന്നു. അന്നേരം അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ്, അത് ടെൻഷൻ അടിച്ചുകൊണ്ട് ജോലി ചെയ്യും. എന്നിട്ട് പണം ഇങ്ങനെ പൈസ നല്ലോണം കിട്ടും. എന്നിട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം അവർ ഫുൾ പൈസ അടിച്ചു പൊളിക്കും. കാരണം എന്താണ്, അവർ ഫ്രസ്ട്രേറ്റഡ് ആണ്. അത് ടെൻഷനും ഇങ്ങനെ ദേഷ്യവും കാര്യങ്ങളും വെച്ചിട്ട് ഇവർ പൈസ ചിലവാക്കിയിട്ട് ഇവർ സന്തോഷിക്കാൻ വേണ്ടി ശ്രമിക്കും. അല്ലേ, അങ്ങനെ കണ്ടിട്ടില്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ജസ്റ്റ് ഒരു 2-3 പേര് പറയാം. നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, അതായത് മനസ്സ് ശപിച്ചുകൊണ്ട് ജോലി ചെയ്ത് പൈസ കൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നഷ്ടപ്പെട്ടിട്ടുണ്ട്. IT ഫീൽഡിലായിരുന്നപ്പോഴത്തേക്കിനും പണ്ട് നമ്മൾ ഈ സ്കൂളിൽ പോകുന്ന പിന്നെ ഇതായി IT ഫീൽഡിലായിരുന്നപ്പോഴത്തേക്കിനും ഓർക്കുന്നതേ ഏതാണ്ട് വലിയ ടെൻഷനായിരുന്നു. അതേസമയം ഞാൻ ആ ഫീൽഡ് മാറി കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് പൈസ കിട്ടിയില്ലേലും വേണ്ടില്ല, നമ്മൾ ആ ഇഷ്ടത്തിന് നിൽക്കുമ്പോൾ അല്ലെ ഒരാളെ കണ്ട് സംസാരിക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ. അല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് എങ്ങനെ എപ്പ തീരും, ഇത് ആരുടെയൊക്കെ മുമ്പിൽ ചെന്ന് നിന്നില്ല, എന്തൊക്കെ പറയണം, എങ്ങനെ പറയണം, ഓരോരുത്തരുടെ ചില സമയത്തെ കളിയാക്കല്, അതെല്ലാം കേട്ട് നമുക്ക് ഏറ്റവും അവസാനം അത് ആ ജോലിയെ നമ്മൾ വെറുത്തുപോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പൈസ വീട്ടിൽ നിന്നും കൂടെ തന്ന തികയാത്ത അവസ്ഥയായിരുന്നു.
അതായത് നല്ല വലിയൊരു എമൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് പോലും അവർക്ക് അദ്ദേഹത്തിന് പൈസ കഴിഞ്ഞില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ പണത്തിന്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ അലൈൻമെന്റ് മാസ്റ്ററി ബാച്ചിലുള്ള ആളാണ്. ഒരു ക്യാൻസർ വിന്നർ മീൻസ് അദ്ദേഹം ഫോർത്ത് സ്റ്റേജിൽ നിന്ന് ഇദ്ദേഹം ഇപ്പോഴും, അതായത് എല്ലാം എഴുത്തള്ളിയ വ്യക്തിയാണ് ഇദ്ദേഹം. ആ ഒരു കാര്യത്തെ, അതായത് നമ്മളെ പ്രണയം എന്ന് പറയുന്ന കാര്യമുണ്ട്, അത് നിങ്ങൾ പണത്തെ പ്രണയിക്കുകയാണെങ്കിൽ പണം വരും. റിലേഷൻഷിപ്പിനെ പ്രണയിക്കാൻ റിലേഷൻഷിപ്പ് വരാൻ പോകുന്നില്ല. കാരണം റിലേഷൻഷിപ്പ് എപ്പോഴും ബൈ പ്രൊഡക്റ്റാണ്, ബന്ധങ്ങൾ ബൈ പ്രൊഡക്റ്റാണ്. ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന കാര്യമാണ്. കാരണം ബന്ധങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാകുന്ന സമയത്ത് നിൽക്കുന്ന ഒരു വസ്തുവാണ്. അല്ലാതെ ദിവ്യമായ പ്രണയം കാര്യങ്ങളൊന്നും അന്നുമില്ല എന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളമാണ് പണം ഉണ്ടാക്കുന്നത് അത്രത്തോളം ബന്ധങ്ങളുണ്ടാവും. അതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? സ്നേഹമാണ് അഖിലസാഗര മൊഴി എന്നൊക്കെ പറയുന്ന ഇതൊക്കെ ഇല്ല, പൈസക്ക് തന്നെ എല്ലായിടത്തും വാല്യൂ കിട്ടുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതില്ലാതെ വരുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അതെ ഇതാണ് മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അതാണ് ഇപ്പൊ കുറഞ്ഞപ്പോഴാണ് സാറിന്റെ ക്ലാസ് ശ്രദ്ധിച്ച് കയറാൻ തോന്നിയത്. അതെ, ഇപ്പോ അലൈൻമെന്റ് മാസ്റ്ററിയിൽ നാളെ ഓരോരോ ക്ലാസ്സുകളും ഇങ്ങനെ ബ്രാൻഡിങ് കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. അന്നേരം ഞാൻ ഇദ്ദേഹത്തോട് ഇപ്പം ചാന്ദിനിയെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ MSW എന്താ കഴിഞ്ഞത്, സോഷ്യോളജിയും കഴിഞ്ഞ് MSW ഇപ്പൊ കഴിഞ്ഞ ദിവസം റിസൾട്ടും വന്നു, പാസ്സായി. ഇതേപോലെയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും നിങ്ങള് ആ ഒരു നിങ്ങളുടെ അബൻഡൻസ് മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ പറ്റിയത്. ഞാൻ പറഞ്ഞു ആരോഗ്യത്തോടെ കൂടി ഇരിക്കട്ടെ മാഡം. അതായത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇദ്ദേഹം പറഞ്ഞ, അതായത് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യമാണ്. ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കണക്ട് ചെയ്യും. ഇപ്പം ചാന്ദിനി പറഞ്ഞല്ലോ, ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് ഇദ്ദേഹത്തിന് പണം വീട്ടിൽ നിന്ന് കൊടുക്കേണ്ട അവസ്ഥ വരുന്നു. അന്നേരം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ജോലി ചെയ്യുന്നത്. അതേ ചോദ്യമാണ് തെരേസയോട് ചോദിക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ആ പണം വീണ്ടും പണം ഇടേണ്ടി വരും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയാം, നിങ്ങൾ വീണ്ടും അടുത്ത ആ ഒരു ബ്രാഞ്ചിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തന്നെ പണം ഇട്ടിട്ട് വേറൊരു ബ്രാഞ്ച് ഫില്ല് ചെയ്യും. ഇതാണ് ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണോ ചെയ്യുന്നത് നോക്കാം. അതായത് നിങ്ങൾ പണം വന്നോളൂ 100% ഉറപ്പായിട്ടും. കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു കോഴ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകണമെന്ന്. ഞാൻ പ്ലാൻ ചെയ്തിട്ടല്ല വന്നത്. അതായത് ചില വഴികൾ നമ്മളെ തിരഞ്ഞെടുക്കും. ഞാൻ കഴിഞ്ഞ അലൈൻമെന്റ് മാസ്റ്ററി പറഞ്ഞിരുന്നു, ഇങ്ങനെ ചില വഴികൾ നമ്മളെ തിരഞ്ഞെടുക്കും. ആ പാതയായിരിക്കും ശരിക്കും നമ്മൾ പോകേണ്ടത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് കറക്റ്റായിട്ട് ചെയ്ത് വരുന്ന സമയത്ത്, ഇപ്പം ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആവട്ടെ, മെഡിറ്റേഷൻ ആവട്ടെ, അത് ചെയ്ത് വരുന്ന സമയത്ത് നമ്മളുള്ളിലുള്ള ഒരു ഡിവൈൻനെസ് ഓണരും. പിന്നെ നിങ്ങൾക്ക് ആ വഴികാട്ടിയായിട്ട് വരും. പിന്നെ നമ്മളെ വഴികാട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലൊരു ഇൻഡ്യൂഷനും കാര്യങ്ങൾ വരും. നമ്മൾ പറയും, നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു കോള് വരും, അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുന്ന പോലെ ഇത് തെറ്റാണ്, ഇതല്ല പോകേണ്ടത്, ഇതിലേക്ക് ഇറങ്ങും. കാരണം എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജി കാര്യങ്ങളല്ല. ഞാൻ എഞ്ചിനീയറിംഗ് 2015 ഫസ്റ്റ് ക്ലാസ് അണ്ണാ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഒരു കോളേജിൽ നിന്ന് പാസ്സായി. പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് കയറി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ, ഞാൻ ആദ്യം സർവീസ് സെക്ടർ, പിന്നെ പ്രൊഡക്ഷൻ, പിന്നെ RN ഇങ്ങനെ ഇത് ക്വാളിറ്റി കൺട്രോൾ വർക്ക് ചെയ്തു. പിന്നെ HVAC ഹീറ്റ് വെന്റിലേഷൻ എയർ കണ്ടീഷനിങ്ങിൽ വർക്ക് ചെയ്തു. പിന്നെ ഇങ്ങനെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ വർക്ക് ചെയ്തു, സർട്ടിഫിക്കറ്റ് ഉണ്ട്, നിങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം നമ്മളെ ഇപ്പം നിങ്ങൾക്ക് ഒരു റിഗ്രറ്റ് പാടില്ല. നിങ്ങളിപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ അതിൽ ബുദ്ധിമുട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ റിഗ്രറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ ചേഞ്ച് ചെയ്യില്ല. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. അത് നിങ്ങളെ സ്ട്രെങ്തേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ലൈഫിൽ സംഭവിച്ചതെന്നുള്ള ഒരു മൈൻഡിൽ വെക്കുക. മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ആരെങ്കിലും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ, അത് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ആണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 48 ലക്ഷം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് പണത്തെ ഇങ്ങനെ കൃത്യമായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളത്. അനാവശ്യമായിട്ട് അറിയാത്ത ബിസിനസ്സുകളിൽ ഇപ്പോൾ മണി ചെയിൻ, അത് പണം ഇരട്ടിപ്പിക്കുന്നതെല്ലാം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെല്ലാം കുറേ പോയി പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ തുറന്നു പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ? കാരണം ഞാനൊരു സിദ്ധന യോഗിയാണ്. ഞാൻ പറയും ബ്ലെസ്സിങ്സ് ഇങ്ങനെ ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യും. നിങ്ങളത് ഇങ്ങനെ ശ്വാസിൽ ഫോക്കസ് ചെയ്യുന്നൊക്കെ രീതിയിൽ ഞാൻ വെറുതെ ഇരുന്ന് പറയും നിങ്ങൾക്ക് എൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന്. അതുകൊണ്ട് ചേഞ്ച് വരാൻ പോകുന്നില്ല. നിങ്ങൾ കൃത്യമായിട്ട് ബിസിനസ് ആവും. ഇപ്പം ഞാൻ തന്നെ എല്ലാ ക്ലാസ്സിലും പറഞ്ഞു. ഇപ്പോൾ സുജാർ മോഹൻ എൻ്റെ സ്റ്റുഡൻ്റാണ്. അദ്ദേഹം വരുന്ന സമയത്ത് കിടപ്പിലായിരുന്നു. അദ്ദേഹത്തോട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് എന്താ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ലൈഫ് കോച്ചിങ്. പുള്ളിക്കാരി പറഞ്ഞു ലൈഫ് കോച്ചിങ്. ഞാൻ പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങും, വീഡിയോസ് ഇടും, കാര്യങ്ങൾ ചെയ്യുന്നു. അതിലൂടെയാണ് അവർ പണം ഉണ്ടാക്കുന്നത്. ഇപ്പം സുജാർ മോഹൻ നല്ല രീതിയിലേക്ക് വളർച്ച വന്നു, നല്ല കാര്യം തന്നെ. അതേപോലെ തന്നെ ബിബി ആവട്ടെ, അങ്ങനെ കുറേ പേരുണ്ട്. അതെല്ലാം അതായത് നിങ്ങൾക്ക് ഏത് മേഖല ഏത് ബിസിനസ്സിലായാലും എന്നെ കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കും.
അത് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്യുന്ന ചേഞ്ചസ് വരും. നിങ്ങൾ ഒരിക്കലും ജീവിക്കേണ്ടത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാവരുത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ക്ലിയർ ആയോ? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ട് മാത്രം, അതായത് നിങ്ങൾ ലോണും കാര്യങ്ങളെല്ലാം ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലോണിലേക്ക് അയ്യോ ലോൺ എങ്ങനെ അടക്കാം കാര്യങ്ങൾ, ചില ആൾക്കാർ കമൻറ്റ് ചെയ്യാൻ പറയും നിങ്ങൾ ലൈഫിലെ ആഗ്രഹങ്ങൾ എന്താണ്, ലോൺ അടക്കണം എന്നുള്ളതാണ് പറയുക. അതൊരിക്കലും ലോൺ അടക്കണം എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് സന്തോഷം നൽകില്ല. ആ ജോലി ആവട്ടെ, അയ്യോ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്, അതിലേക്ക് മാറും. അതുകൊണ്ട് മാറ്റം സംഭവിക്കാൻ പോകില്ല. നേരെ മറിച്ച് ലോണിനെക്കാട്ട് ഉപരിയായിട്ട് എങ്ങനെ പണം സമ്പാദിക്കാം, അല്ലെങ്കിൽ പണം ഇനി ഇരട്ടിയായിട്ട് വേണം. പണത്തെ സ്നേഹിക്കുക. എത്രത്തോളം തീവ്രമായിട്ട് പണത്തെ സ്നേഹിക്കുന്ന അത്രത്തോളം പണം വരും. ഇപ്പം പറഞ്ഞല്ലോ, ചില ആൾക്കാർ പറയും പണം ഒന്നുമല്ല ലൈഫ്, പണത്തേക്കാട് ഉപരിയായിട്ട് ബന്ധങ്ങളാണ് ലൈഫ് അല്ലേ? പറയാറുണ്ടോ? അങ്ങനെ പറയുന്ന ആളാണോ? പറയാറുണ്ടായിരുന്നു സാർ, പറയാറുണ്ടായിരുന്നു. പറയാറുണ്ടായിരുന്നു. ക്ലാസ് കയറി സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത പിന്നെ നിർത്തി. സാറേ എനിക്ക് സാർ എന്റെ മനസ്സിൽ ചെറിയൊരു സങ്കടമായിട്ട് കിടക്കുന്ന ചില പണം കാണുമ്പോഴേക്ക് ആർത്തിയാണെന്ന് ചിലര് പറയും. അത് ഭയങ്കരമായിട്ട് അത് പറഞ്ഞതോടുകൂടി നമുക്ക് അതിനോടുള്ള ആ ഒരു ഇങ്ങനെ കാണിക്കാൻ പാടില്ല അല്ലെ എന്നുള്ളൊരു ചിന്തയാണ് പിന്നെ വന്നു തുടങ്ങിയത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ ഭയങ്കര അതാണ് പറയൂ സാർ. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ഇപ്പം മാജിക് മണി എന്ന് പറഞ്ഞത്, ഇപ്പോൾ 11 മാജിക് മണിയിൽ ഓരോരുത്തർ പറയുന്ന വാക്കുകൾ കുറച്ചെല്ലാം പറയുന്നത്, അതിലൊരു വാക്കാണ് നിങ്ങൾ പറഞ്ഞത്, പണക്കാരെല്ലാം പണം സമ്പാദിക്കുന്ന അത്യാഗ്രഹമാണ് എന്നുള്ളത്. ഇപ്പോൾ ചെന്നൈ ഒരു സ്പിരിച്വൽ ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ഞാൻ ബീച്ചിൽ പോയി. സ്വതം ഞാൻ ഏതെങ്കിലും ഒരു ക്ലാസ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് തരുന്ന സ്ഥലത്തേക്ക് ഞാൻ പോയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. അതേപോലെ ഞാൻ ബീച്ചിൽ പോയി നിൽക്കുന്ന സമയത്ത് മൊബൈൽ എടുക്കും. സ്വതം ഞാൻ അങ്ങനെ കോൾ എടുക്കാറില്ല, ഫ്രീ ആണെങ്കിൽ സമയത്താണ് എടുക്കുക. അങ്ങനെ ഒരാൾ വിളിച്ചു, കുറച്ച് പ്രായമുള്ള ആളാണ്, 55 വയസ്സായിട്ടുണ്ട്. ഞാൻ ആ ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന ക്ലാസ്സിനെ കുറിച്ച് തന്നെ സംസാരിച്ചു. അന്നേരം പറഞ്ഞു ചക്രങ്ങളിലെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അന്നേരം ഞാൻ ചോദിച്ചു, നീ അങ്ങനെയാണ് ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് ജോയിൻ ചെയ്യേണ്ടത് നിങ്ങൾ, കാരണം അത് ചെയ്യുന്നില്ല സാറേ. അത് മുതൽ എനിക്കറിയില്ല, എല്ലാം ബ്ലോക്കാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ സംസാരിക്കും, എന്താ ബ്ലോക്ക് വരേണ്ട കാണുന്നില്ല, ഞാൻ സാധന മാർഗ്ഗം അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, എന്ത് സാധന? കാരണം ഞാൻ ഇതേപോലുള്ള പാർട്ടിൽ പോയതുകൊണ്ട് എനിക്ക് ഏകദേശം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറഞ്ഞു. എനിക്ക് കുറച്ചൊക്കെ അറിയാം, നമുക്ക് തോന്നലുണ്ടാവില്ല. ഞാൻ പറഞ്ഞു ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു രഹസ്യമാണെങ്കിൽ പറയണ്ട, ചില ആൾക്കാർ പറയും രഹസ്യ വിദ്യയാണെന്നൊക്കെ രീതിയിൽ. ഞാൻ പറഞ്ഞു രഹസ്യമാണെങ്കിൽ പറയണ്ട, അത് ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചിട്ടാണ് ചെയ്യാറ്. ഓക്കെ, അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. മെഡിറ്റേഷനിൽ ഈ ചക്രം ഇത് ഇങ്ങനെ കുറേ ഇതെല്ലാം സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്തുതരാം, എനിക്ക് പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പം ചില സ്പിരിച്വൽ ലീഡേഴ്സ് എന്താണ് പറയുക, ഇതൊന്നുമല്ല ജീവിതം, നിങ്ങൾക്ക് പരലോകത്ത് എന്തോ സ്വർഗമുണ്ട്, അതുകൊണ്ട് ഇതുകൊണ്ട് തേങ്ങയിട്ട് മാങ്ങേണ്ടത് പറയും. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഗുരു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സ്പിരിച്വൽ പ്രോസസ്സിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഗുരു എങ്ങനെയാണ്? ഗുരു സാറേ ഭയങ്കര റിച്ചാണ്. നിങ്ങൾ എത്ര രൂപ കൊടുത്തു? ഞാൻ ഉണ്ടാക്കുന്നതിന് തുകേൻ്റെ നല്ലൊരു പേഴ്സണേജ് ഗുരുദക്ഷിണയായിട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞു നല്ല കാര്യം. എന്നിട്ട് ഗുരു പറയും, ഗുരു ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഗുരു പറയുന്നത് വെച്ചാൽ ഇതെല്ലാം സ്പിരിച്വൽ, കാരണം നിങ്ങൾ ആത്മീയ നിലയിൽ ഉയർന്നു വരികയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം നഷ്ടപ്പെടും. കാരണം നിങ്ങൾക്ക് സ്വർഗത്തിൽ ഇതിൻ്റെ പലിശയെല്ലാം കൂടി വെക്കുകയാണ്. ഗുരു നല്ല വീടുണ്ട്, കാറുണ്ട്, നല്ല ലക്ഷറി ലൈഫാണ് നയിക്കുന്നത്. എന്നിട്ട് ഈ ആളാണ്, അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇതിനെ ബ്രേക്ക് ചെയ്തത്. ഇങ്ങനെയുള്ള ഇതായത് നിങ്ങളെ ഭൗതികമായ നേട്ടങ്ങളിൽ നിങ്ങൾ സന്തോഷിക്കുന്നെങ്കിൽ ആത്മീയമായ നേട്ടത്തിലേക്ക് പോകാൻ പറ്റില്ല. ഓഷോ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഷോയെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഓഷോ സ്പിരിച്വൽ റെവല്യൂഷനിസ്റ്റ് ആണ്. സെക്സിനെ വരെ അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടില്ല. സെക്സിനെ തള്ളിക്കളഞ്ഞെങ്കിൽ സെക്സ്വൽ അഡിക്ഷൻ വരും. ഇപ്പം ഞാൻ പറയാറുണ്ട്, അതായത് ചില ആൾക്കാർ എന്നെ ഗുരുവായിട്ട് കാണുന്ന സമയത്ത് ഞാൻ പറയും ഞാനൊരു പച്ച മനുഷ്യനാണ്, സകല വികാര വിവേചനങ്ങളിലുള്ള പച്ച മനുഷ്യനാണെന്ന് പറയും. കാരണം എന്താണ്? ഞാൻ അതാണ് ഉള്ളത് കൊണ്ടാണ്. ഞാൻ പറയും ഞാൻ സെക്സ്വലി ഡ്രിവണാണ്. കാരണം ഞാൻ സെക്സ്വലി ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് കാണില്ല. കാരണം നമ്മുടെ സെക്സ്വാലിറ്റി എന്ന് പറഞ്ഞ ലൈംഗികത എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ആ ഒരു എനർജി, അത് ലൈംഗികത എന്ന് വെച്ചാൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുക എന്നുള്ള സെക്സ്വൽ എനർജി ഉണ്ട്. സെക്സ് ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ കാര്യം വരെ ഉണ്ട്. അതൊന്നും അറിയില്ല. അതായത് നിങ്ങൾ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ നെപ്പോളിയൻ ഹില്ല് പറയുന്നുണ്ട്, ലോകത്ത് വിജയിച്ചവരെല്ലാം തന്നെ സെക്സ്വൽ എനർജിയെ ഉയർത്തിക്കൊണ്ടുവന്നാണെന്ന്. ഒരു സമയത്ത് ഞാൻ ഡിപ്രഷനിലേക്കും കാര്യങ്ങളിലെല്ലാം പോയിരുന്നു. അത് അങ്ങനെ ഇതേപോലെ തന്നെ എനർജി എനിക്കിങ്ങനെ യൂസ് ചെയ്യേണ്ടത് നടത്തുന്നുണ്ട്. അങ്ങനത്തെ ഒരു ലെവലിൽ പോയിരുന്നു. അന്നേരം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്തരം അതായത് ഈ ആത്മീയ നേതാക്കളും കാര്യങ്ങളിലും ഒന്നും, അതായത് ഈ ഭൗതികത ഒന്നുമല്ല
ജീവിതം ആത്മീയമായിട്ട് ഉയർന്ന തലത്തിലേക്ക് പോകുന്നു. ഓഷോ പറഞ്ഞത് ഒരിക്കലും അങ്ങനെ പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഭൗതികതയുടെ എല്ലാ തലങ്ങളും അറിയുന്ന സമയത്ത് മനസ്സിലാവും ഇതൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലാവും. അന്നേരമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ആത്മീയതയെക്കുറിച്ച്. അതുകൊണ്ട് നിങ്ങൾ കാറ് മേടിക്കണം. ഇപ്പം നിങ്ങളുടെ ആഗ്രഹം എന്താണ്? മെർസിഡീസ് കാറാണോ? അത് നോക്കുക. നിങ്ങൾ ലക്ഷ്യങ്ങൾ എഴുതുന്ന സമയത്ത് മറ്റൊരു വ്യക്തിയെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനുള്ള ഡ്രീംസ് അല്ല എഴുതേണ്ടത്. ഞാൻ ആദ്യം എഴുതി വെച്ചിരുന്നു മെർസിഡീസ് കാർ മേടിക്കണം, അത് മേടിക്കണം, ഇത് മേടിക്കണം. സത്യത്തിൽ എൻ്റെ പൂണ്ടഡ് സെൽഫ് എന്നാണ് ഞാൻ അത് മേടിച്ചത്. കാരണം എനിക്ക് അംഗീകാരം കിട്ടും എന്നൊക്കെ രീതിയിൽ. പക്ഷെ ഞാൻ ആഗ്രഹിച്ച ലക്ഷറി ലൈഫിനേക്കാളും കൂടുതൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തെയാണ് ഞാൻ എൻ്റെ പേഴ്സണലി ആഗ്രഹിച്ചത്. കാരണം അത് ഞാൻ തിരിച്ചറിഞ്ഞു. എന്നെ ഹീൽ ചെയ്ത് വരുന്ന സമയത്ത് ഇപ്പം എലൈൻമെൻറ്റ് മാസ്റ്ററി നമ്മൾ 5 ദിവസം കൊടുക്കുന്നത് വെച്ചാൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ്. ഞാൻ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി എനിക്ക് കിട്ടാത്ത അംഗീകാരം. ഇപ്പം കൂട്ടുകാർ, ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തെല്ലാം തന്നെ കൂട്ടുകാർ ലക്ഷറി ആയിരുന്നു. അവരെല്ലാം എറണാകുളത്തുള്ള വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായത്. അതുകൊണ്ട് എന്നെ ഇൻസൾട്ട് ചെയ്തു. എനിക്ക് സത്യത്തിൽ കാറുകളെ കുറിച്ചുള്ള വലിയ ധാരണയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാറുകൾ എന്താണ്? യാത്ര ചെയ്യേണ്ട ഒരു വസ്തു. അവർ ദൂരെ നിന്ന് വരുന്ന സമയത്ത് പറയും ഇന്ന കാറാണ്, ഇത്ര പവർ ഉണ്ട്, ഇത്ര ഗിയർ, എന്തൊക്കെയോ പറയും. അന്നേരം അത് എൻ്റെ ഉള്ളിലൊരു ഇങ്ങനെ എന്താ പറയുക ഇല്ലായ്മയുടെ ഒരു ചിന്ത വന്നു. അന്നേരം ഞാൻ അവരെ നമ്മൾ ആ ഒരു ലെവലിൽ, അതായത് നമ്മൾ ആ വൂണ്ടഡ് സെൽഫിൽ നിന്നാണ് ഞാൻ ആ ഡ്രീംസിലേക്ക് വന്നത്. അതുകൊണ്ട് നിങ്ങൾ ഡ്രീംസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ നിങ്ങളെ വൂണ്ടഡ് സെൽഫാണോ? അതായത് നിങ്ങൾക്ക് നിങ്ങളെ മുറിവേറ്റ മുറിവിൽ നിന്നാണോ ആഗ്രഹങ്ങൾ ജനിച്ചത്? മുറിവേറ്റ മുറിവിൽ നിന്നാണ്, അതായത് മുറിവിൽ നിന്നാണ് നിങ്ങൾ ആഗ്രഹം ജനിക്കുന്നതെങ്കിൽ അത് സന്തോഷം നൽകില്ല. ഞാൻ പറഞ്ഞ ക്ലിയർ ആയി നിങ്ങൾക്ക്? നിങ്ങൾ കാറ്, വീട് അതല്ല ഇത് നിങ്ങൾ ശരിക്കും അത് ആഗ്രഹിക്കുന്നുണ്ടോ നോക്കുക. നിങ്ങളെ കുടുംബക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കും ചിന്തിക്കരുത്. ഞാനൊരു സമയത്ത് ചിന്തിച്ചിരുന്നു കാറെല്ലാം കൊണ്ടുവന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീടിൻ്റെ മുന്നിലിടണം എന്നൊക്കെയുള്ള ചിന്തയുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. ഇപ്പം എനിക്ക് അതൊന്നും തോന്നുന്നില്ല. കാരണം എന്താണ്? ഞാൻ ഹീൽഡാണ്. എനിക്ക് ആരും മുന്നിൽ ഷോ ചെയ്യേണ്ട ആവശ്യമില്ല. ആരും മുന്നിലും ഞാൻ ഇന്നതാണെന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഹാപ്പിനെസ് ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതാണ് സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്നത്. ഈവൻ ധ്യാനത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മളെ ഇപ്പം ചാന്തി ഇങ്ങനെ എലൈൻമെന്റ് മാസ്റ്ററി നന്നായിട്ട് പോകും സാറേ. ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു ക്ലാസ് ആയിരുന്നു അത്. സാറോട് നേരത്തെ തൊട്ട് വെക്കുന്നതല്ലേ ചൈൽഡ് ഹീലിംഗിന്റെ സംഭവം. ഞാനിങ്ങനെ കാത്തിരുന്ന് കിട്ടിയതാ. അതെനിക്ക് നല്ല ഫീൽ ചെയ്തായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ഞാനത് സാറാ ഇട്ട് തന്ന വീഡിയോസും കേട്ടിട്ടാണെങ്കിലും പല സാഹചര്യങ്ങളും ഇങ്ങനെ എന്താ ചെറുപ്പത്തിലേ വന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഹീൽ ചെയ്ത് ശരിക്കും കരച്ചിൽ വരാറുണ്ട്. ആ സാഹചര്യങ്ങളെല്ലാം തിരിച്ച് വന്നിട്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് കുറെ കൂടെ ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്. നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത ആളുകളോട് നമുക്ക് ക്ഷമിച്ച് കുഴപ്പമില്ല, നല്ലായിട്ട് പോട്ടെ, എല്ലാം നല്ലായിട്ട് വരട്ടെ, നമുക്ക് അവരെ ബ്ലെസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ മുഖത്ത് തന്നെ ഒരു, ഞാൻ പറഞ്ഞില്ലേ സാറിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഞാനൊരു പ്രോഗ്രാമിന് പോയിരുന്നു. അപ്പം കുറെ കാലം കൂടി എല്ലാരും പറഞ്ഞു, ഒരു ഇടക്കാലം കൊണ്ടല്ല, പണ്ട് തൊട്ട് എല്ലാരും എന്നോട് പറയുമായിരുന്നു ഇങ്ങനെ ചിരിക്കുന്ന നല്ലതാണ്. പേഷ്യൻസ് ഒക്കെ കാണുമ്പോ പറയും ആ ചിരി കണ്ടാൽ മതി, ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടെന്ന്. പക്ഷെ ഒരു ഇടക്കാലം കൊണ്ടിട്ട് നിന്നു പോയായിരുന്നു എല്ലാം. പക്ഷെ വീണ്ടും തിരിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രോഗ്രാമിന് ഞാൻ പോയി കഴിഞ്ഞപ്പം തിരിച്ചതെല്ലാം വന്നു. അതെ, സന്തോഷം. ഓക്കെ, അദ്ദേഹം നമ്മളെ എലമെന്റ് മാസ്റ്ററാണ്. അദ്ദേഹം ഞാൻ അതാ പറഞ്ഞത്, സെൽഫ് ഹീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫോർഗിവ്നെസ് ഒരു ഹീലിംഗ് ടൂളാണ്. ഒരു കാര്യം പറയട്ടെ, ആ ചാന്ദിനി മേഡത്തിന് ഒരുപാട് ഇഷ്ടം തോന്നാണ്. ചാന്ദിനി മേഡത്തിന്റെ സംസാരം നല്ല സാറേ, ചാന്ദിനി മേഡല്ലേ, അവരുടെ സംസാരം ഇഷ്ടാവട്ടെ. നമുക്ക് എന്തോ ഒരു പ്രത്യേകമായിട്ട് തോന്നുന്ന മാതിരിയുണ്ട് അവരുടെ സംസാരം കേൾക്കുമ്പോ. അത് നിങ്ങൾക്ക് വേർഡ്സിന് ഹീലിംഗ് പവർ നിങ്ങളെ. അവരുടെ സംസാരം നമുക്ക് നല്ലൊരു എനർജി തരുന്നുണ്ട്. അവര് ചിരിച്ച് സംസാരിക്കുന്നത് നമുക്ക് നല്ലൊരു മിസ്സിംഗ് ആവുന്നുണ്ട്. ഒരുപാട് നന്ദി. എന്തോ അല്ല, നിങ്ങളെ വേർഡ്സിന് ഹീലിംഗ് പവർ ഉണ്ടെന്ന് പറഞ്ഞാണ് ഒരു പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. നിങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞില്ലേ NGO പോലത്തെ സെറ്റപ്പ്. ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. മറ്റേ ജേണലിന്റെ അകത്ത് സാറെന്ന് പറഞ്ഞ പോലെ CSR ഫണ്ടിന്റെ കേസും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുള്ളതൊക്കെ നോക്കുന്നുണ്ട്. അതെ, അതോടൊപ്പം തന്നെ ഇങ്ങനെ ഈ CSR ഫണ്ട് കിട്ടാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരാൻ പറ്റും. മാഡത്തിന്റെ വോയിസ് ആണ്. ഓക്കെ, താങ്ക് യു.
ഓക്കെ, അന്നേരം ഇനി നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോവാണ്. ഇന്നത്തെ മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോപ്പ് നോപ്പ് നോ, മണി ഹോപ്പ് നോപ്പ് നോ എന്ന് പറഞ്ഞ കാര്യമാണ്. അതിൽ നമ്മൾ ഓരോ വേർഡ്സും, അതായത് ഇങ്ങനെ ഹോപ്പ് നോപ്പ് നോ എന്ന് പറയുന്നത് ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. അത് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം നമ്മൾ പണത്തോട് മോശപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചു, അത് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്തിട്ട് അതിൽ ഞാൻ പറയും ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ അത് ശബ്ദത്തിൽ പറയുക, അല്ലെങ്കിൽ ശബ്ദത്തിൽ പറയണമെന്നില്ല, മനസ്സിൽ തന്നെ പറഞ്ഞാൽ മതി. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ പണത്തോട് ചെയ്ത ഓരോ മോശപ്പെട്ട കാര്യങ്ങൾക്കും ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. പണത്തെ ഞാൻ ഇന്നു മുതൽ സ്നേഹിക്കുന്നതാണെന്ന് പറയും. പിന്നെ ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇതൊരു അഡ്വാൻസ്ഡ് ഹോപ്പ് നോപ്പ് നോ ടെക്നിക്കാണ്. സ്വതവേ എന്താണ്, മണി ആ പേര് വന്നിട്ട് മാത്രമാണ് പറയുന്നത്. ഇത് കുറച്ചും കൂടി ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലായോ? എല്ലാം റെഡിയാണോ മെഡിറ്റേഷന്? ഓക്കെ, അന്നേരം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കയ്യിലെ വാച്ചോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു വെക്കുക. ശരീരം ഒന്ന് ഫ്രീ ആകുക, നട്ടിൽ നിലത്തിയിരിക്കുക, കൈകൾ കുബേരമുദ്രയിൽ. ഇതാണ് കുബേരമുദ്ര. നമ്മൾ യൂട്യൂബിലും വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കുബേരമുദ്ര. ഇതാണ് കുബേരമുദ്ര. പിടിച്ചു ഞെക്കരുത്. ഇത് ചൂണ്ടുവിരല്, നടുവിരല്, തള്ളവിരൽ. ഈ കുബേരമുദ്ര നമ്മള് എന്തിനോ എന്താണ്, അതായത് ഏത് നമ്മള് കുബേരമുദ്രയില്ലേ, അത് ഏതൊക്കെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഏതൊക്കെ അബൻഡൻസ് വരുന്ന സമയത്ത്, അബൻഡൻസ് എന്തൊക്കെയാണ്, റിലേഷൻഷിപ്പിന്റെ അബൻഡൻസ്, അത് മാനിഫെസ്റ്റേഷൻ മുദ്രയാണ്. ചൂണ്ടുവിരല്, ഇത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നോക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ, കോംപ്ലിക്കേറ്റഡ്. ബാക്കി രണ്ടുപേരുടെ ഉള്ളിലേക്ക് എങ്ങനെ വെക്കേണ്ടത്, എവിടെ? ഇങ്ങനെ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ശരി. അതായത് ഇതിൽ ഇപ്പം അബൻഡൻസ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ അബൻഡൻസ് ആയിരിക്കാം, അതോടൊപ്പം തന്നെ പണത്തിൻ്റെ അബൻഡൻസ് ആയിരിക്കാം. എന്തും അബൻഡൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുബേരമുദ്ര, ഈവൻ മാനിഫെസ്റ്റേഷൻ മുദ്രയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മുദ്രകളിൽ ടോപ്പായിട്ട് വരുന്നതാണ് കുബേരമുദ്ര എന്ന് പറയുന്നത്. ബാക്കിയുള്ള മുദ്രാസ് എല്ലാം ക്ലാസ്സിൽ പറയുന്നുണ്ട്, ക്രിമിനൽ ഭാഷയിൽ. അതുകൊണ്ട് എല്ലാവരും കുബേരമുദ്രയിൽ പിടിക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന മെഡിറ്റേഷനിലേക്ക് പോവുക. അന്നേരം ഗൈഡഡ് മെഡിറ്റേഷൻ ആണ്. എല്ലാവരും മനസ്സ് ഫ്രീ ആക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ പറയാം. അന്നേരം മുഖത്തെല്ലാം ചിരിക്കുക. കൈ മടിയിൽ വെച്ചാ പോരെ? മടിയിൽ വെച്ചാൽ മതി. ഇതിങ്ങനെ വെക്കാനല്ല, ഇതിങ്ങനെ കാണിച്ചു തന്നാൽ. തൊടയുടെ മുകൾ ഭാഗത്താണ് വെക്കേണ്ടത്. നട്ടൽ നിർത്തിയിരിക്കുക, തൊടയുടെ മുകൾ ഭാഗത്തേക്ക് വെക്കുക. അല്ല, തൊടയുടെ മുകൾ ഭാഗത്തേക്ക് ജസ്റ്റ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ വെക്കുക. നട്ടൽ നിവർത്തിയിരിക്കുക, ശ്വാസഗതിയിലേക്ക് ശ്രദ്ധിക്കുക. പിന്നെ ഓരോന്ന് ഫീൽ ചെയ്തുകൊണ്ട് പറയാം. നമ്മൾ ക്ഷമ ചോദിക്കുന്ന സമയത്ത് ആ ഫീലിങ്ങോടെ കൂടെ ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. അതേപോലെ തന്നെ പണത്തെ ആഗ്രഹിക്കുന്ന സമയത്ത് ആ ഒരു ഹാപ്പിനെസ്സോടെ ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ വേർഡ്സ് പറയാം. നല്ലൊരു ഫീലിംഗ് ആയിരിക്കും ഇന്നത്തെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ ക്ലാസ്സുകളേക്കാളും കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് നൽകുന്നത് ധ്യാനത്തിലാണ്. കാരണം ക്ലാസ്സുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് ഉണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവൻ അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മെഡിറ്റേഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും കണ്ണുകൾ അടച്ചിരിക്കുക. നിങ്ങളുടെ ഇങ്ങനെ രക്ഷിതാക്കളെയും അതോടൊപ്പം തന്നെ പൂർവികരെല്ലാം തന്നെ മനസ്സിൽ വിചാരിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് ധ്യാനത്തിലേക്ക് കടക്കാം. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസനിശ്വാസവും ശരീരം കൂടുതലായി അയയുന്നതായി സങ്കല്പിക്കുക. എൻ്റെ മനസ്സും ശരീരവും ആത്മാവും പൂർണ്ണമായും ശാന്തമാണ്. ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും ശ്രദ്ധിക്കുക. തലമുടി,
കണ്ണുകൾ, മുഖം മുഴുവനായും, കഴുത്ത്, ഹൃദയഭാഗം, ഇരുകൈകൾ, വയർ, ലൈംഗിക അവയവങ്ങൾ, കാലുകൾ എല്ലാം തന്നെ ശ്രദ്ധിക്കുക. ശരീരത്തിലെ എല്ലാ മസിലുകളും, എല്ലാ നാഡികളും, ഞരമ്പുകളും പൂർണ്ണമായും ശാന്തമാണ്. കൈകളെയും ശരീരത്തിലെ എല്ലാ ഞരമ്പുകളെയും മസിലുകളെയും അയച്ചിടുക. ശരീരം എങ്ങനെയാണോ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നിൽക്കട്ടെ. ഒരു രീതിയിലും ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ജീവിതത്തിൽ പണവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് ചിലപ്പോൾ പണത്തിനാൽ ചതിക്കപ്പെട്ടതാവാം, പണം കടം കൊടുത്തിട്ട് തിരികെ കിട്ടാത്തതാവാം, എന്തുമാവട്ടെ അതിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ വ്യക്തിയാവാം, ആ അനുഭവമാവാം, അതിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ വേദന നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുക. മനസ്സിൽ പറയുക, ഞാൻ ആ വ്യക്തികളോടും ആ സാഹചര്യങ്ങളോടും ക്ഷമിക്കുന്നു. ഞാൻ പണത്തോട് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുന്നു. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. I love you. ആ ചിന്തകളും ആ വ്യക്തികളും ആ ചുറ്റുപാടുകളും നിങ്ങളുടെ മനസ്സിൽ നിന്നും ഇല്ലാതാവുകയാണ്. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ കുട്ടിക്കാലത്ത്, നിങ്ങളുടെ സ്കൂൾ സമയത്ത് ഏതെങ്കിലും രീതിയിൽ പണവുമായി ബന്ധപ്പെട്ട വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആ അനുഭവം തന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ വ്യക്തി നൽകിയ ആ മുറിവുകൾ ഈ നിമിഷത്തിൽ നിങ്ങൾ അനുഭവിക്കുകയാണ്. നിങ്ങളുടെ മുഖവും ശരീരവും എല്ലാം ആ വേദന നിറയുകയാണ്. കുറ്റപ്പെടുത്തലുകൾ, കുത്തുവാക്കുകൾ എല്ലാം തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആ മുറിവുകളെ, ആ വേദനയെ ഹീൽ ചെയ്യാൻ പോവുകയാണ്. ആ വേദനയെ നോക്കി പറയുക, I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. I love you. ആ വേദന നൽകിയ ആ വ്യക്തിയെ മനസ്സിലേക്ക് കാണുക. I am sorry. Please forgive me. Thank you. I love you. ശ്വാസം വീണ്ടും ഉള്ളിലേക്ക് എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പണം സമ്പാദിച്ച ആദ്യത്തെ അവസരത്തെ മനസ്സിലേക്ക് കാണുക. അതിന്റെ സന്തോഷം അനുഭവിക്കുക. മനസ്സിൽ പറയുക, ഡിയർ മണി,
ഞാൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നു. ഞാൻ ഇന്നു മുതൽ നിന്നെ സുഹൃത്തായി കാണുന്നു. എനിക്കറിയാം നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്. എൻ്റെ ജീവിത ചുറ്റുപാടുകളെല്ലാം തന്നെ നീ എന്നും എൻ്റെ നല്ല സുഹൃത്തായിരിക്കും. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെയുണ്ട്. ആ ഒരു സാഹചര്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയുക, ഡിയർ മണി, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഡിയർ മണി, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ആ സന്തോഷത്തെ മുഖത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് വീണ്ടും പറയുക, ഡിയർ മണി, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പണം സമ്പാദിച്ച തുക എന്താണ്? അതിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതാരാണ് നൽകിയത്? അവരുടെ സന്തോഷമുള്ള മുഖം മനസ്സിൽ കാണുക. ആ പണം വാങ്ങുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സന്തോഷിച്ചത്? ശരീരം മുഴുവനായും ആ സന്തോഷം കൊണ്ടുവരിക. മുഖത്ത് ഇളം പുഞ്ചിരി കൊണ്ടുവരിക. ചുണ്ടുകളും നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും അതിനെ ആനന്ദം അനുഭവിക്കുക. ആ പണത്തോട് നന്ദി പറയുക. മനസ്സിൽ പറയുക, എനിക്കറിയാം എന്നും നീ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന്. ഞാൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നു. നീയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. നിന്നെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നു. നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. മുൻപ് എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ഈ നിമിഷത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു. എന്നും ഇരട്ടിയായി നീ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൗഹൃദവും നമ്മളുടെ പ്രണയവും എല്ലാം തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിന്നെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നു. നീയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വഴി തുറന്നു തന്നത്. നല്ല ജീവിതം എനിക്ക് നീയാണ് നൽകിയത്. നിന്നെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നു. ഡിയർ മണി, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഡിയർ മണി, മൈ ഡിയർ ഫ്രണ്ട്, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഡിയർ മണി, മൈ ഡിയർ ഫ്രണ്ട്, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ഏറ്റവും അത്യാവശ്യമായ എത്ര പണമാണ്? 5 ലക്ഷമാണോ? 10 ലക്ഷമാണോ? അതോ എത്ര എമൗണ്ട് ആണോ? അതിനെ മനസ്സിൽ കാണുക. അതിപ്പോൾ വളരെ എളുപ്പമാണ്. എന്തെന്നാൽ പണം നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഏറ്റവും അടുത്ത പങ്കാളിയുമാണ്. നിങ്ങളിലേക്ക് ആ പണം വരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അതിൻ്റെ സന്തോഷത്തെ അനുഭവിക്കുക. ആ ഒരു പണം ഉപയോഗിച്ച് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് അതിനെ അനുഭവിക്കുക. നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങളെ സുഹൃത്തായ പണം നിൽക്കുകയാണ്. ആ പണത്തോട് പറയുക, ഡിയർ മണി, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഞാൻ എങ്ങനെയാണ് നിന്നോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. നിന്റെ സഹായത്തിന്, നിന്റെ ആ ഒരു ഊർജത്തിന്, നീ വീണ്ടും വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന്, അതും ഇരട്ടിയായി വർദ്ധിച്ചു വരികയാണ്. നിന്റെ സൗഹൃദവും നിന്റെ സ്നേഹവും. എൻ്റെ ചുറ്റും നീ മാത്രമാണ് നിൽക്കുന്നത്. നന്ദി, നന്ദി, നന്ദി. ഡിയർ മണി,
നിന്നെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ നിന്നെ സ്നേഹിക്കുന്നത് ഞാനാണ്. നീയും എന്നെ സ്നേഹിക്കുന്നതെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. അതിനെ അനുഭവിക്കുക. ആ ഒരു സന്തോഷം മുഖത്തും ശരീരത്തിലും കൊണ്ടുവരിക. മനസ്സിൽ പറയുക, ഡിയർ മണി, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഡിയർ മണി, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. മൈ ഫ്രണ്ട്, മൈ പാർട്ട്ണർ, ഡിയർ മണി, നിന്നെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നു, അത്രയധികം ഉൾക്കൊള്ളുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഞാൻ നിന്നെയാണ്. നീയും എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. നിങ്ങളുടെ സുഹൃത്തായ ആ പണം നിങ്ങളെ കൂടെ തന്നെയുണ്ട്. നിങ്ങളുടെ ശരീരം മുഴുവനും അതിന് ആനന്ദം നിറഞ്ഞു നിൽക്കുകയാണ്. ശരീരത്തിൻ്റെ കണ്ണുകളിലേക്ക് നിങ്ങളെ ചുറ്റും അതിൻ്റെ സന്തോഷം അലയടിക്കുകയാണ്. നിങ്ങളുടെ മുഖത്തും ശരീരത്തിലും അതിൻ്റെ സന്തോഷം അനുഭവിക്കുക. ഈ നിമിഷം മുഖത്ത് ഒരു പുഞ്ചിരി കൊണ്ടുവരിക, ഒരാനന്ദം കൊണ്ടുവരിക. ആ പുഞ്ചിരി നിലനിൽക്കട്ടെ. നിങ്ങളുടെ കവിളുകളിലും കവിളിലെ മസിലുകളിലും എല്ലാം തന്നെ പുഞ്ചിരി കൊണ്ടുവരിക. നന്നായി സന്തോഷിക്കുക. കാരണം പണം നിങ്ങളെ കൂടെ തന്നെയുണ്ട്. നിങ്ങളുടെ സുഹൃത്തായി, നിങ്ങളുടെ പങ്കാളിയായി, നിങ്ങളുടെ ആത്മബന്ധുവായി പണം നിങ്ങളെ കൂടെ തന്നെയുണ്ട്. കൈകൾ പരസ്പരം ഉരസുക. കണ്ണുകളിലേക്ക് ഊർജം പകരുക. എങ്ങനെയുണ്ടായിരുന്നു മെഡിറ്റേഷൻ? നല്ലതായിരുന്നു സാർ. നല്ലതായിരുന്നു സൂപ്പർ. ഓക്കെ, നല്ല ഫീലിംഗ് സാധിച്ചു. ഫീൽ ചെയ്യാൻ പറ്റി, ഫീലിംഗ് സാധിച്ചു. നല്ലതായിരുന്നു സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, വളരെ സന്തോഷമുണ്ട്. ഓക്കെ, നന്നായിരുന്നു സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നീ മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ലൈഫിൽ ഇതേപോലെ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ സംഭവിച്ചിട്ടുണ്ട്? വലിയൊരു മാനിഫെസ്റ്റേഷൻ എന്താണ്? ജസ്റ്റ് ഒരു 3 പേർക്ക് സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാം നിങ്ങളുടെ ലൈഫിലെ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ലൈഫിൽ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് ലൈഫിലെ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ എന്താണ് നടന്നത്? ആർക്കെങ്കിലും ഷെയർ ചെയ്യേണ്ട ഷെയർ ചെയ്യാം, കാരണം പിന്നെ ഈ അവസരം ഉണ്ടാകുന്നില്ല. ശീല വേണം. സാർ ഞാൻ ഒന്ന് പറഞ്ഞല്ലേ, ഇനി പറയാൻ പറ്റുമോ? പറയാം, നിങ്ങൾക്ക് പറയാം. സാർ ഞാൻ എപ്പോഴും ആഗ്രഹിക്കായിരുന്നു നല്ലൊരു വീട് വേണമെന്ന്. എപ്പോഴും എഴുതി വെക്കുമായിരുന്നു, മാനിഫെസ്റ്റേഷൻ ചെയ്ത് നല്ലൊരു വീട് ഉണ്ടാക്കാൻ സാധിച്ചു. ഓക്കെ, നല്ല കാര്യം. എന്തായാലും സന്തോഷം നിങ്ങൾ ഷെയർ ചെയ്തു. കാരണം അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്താണ് നമ്മളിൽ ഒരു പോസിറ്റിവിറ്റി വരിക. മീൻസ് പങ്കുവെക്കുന്ന അനുസരിച്ച് ഇരട്ടിയെ തിരികെ വരും. പങ്കുവെക്കാത്തത് എന്താണോ അത് നിങ്ങൾക്ക് നഷ്ടപ്പെടും. കാരണം ഞാൻ തന്നെ എൻ്റെ ലൈഫിലെയും ചേഞ്ചസും കാര്യങ്ങളും നിങ്ങളെ വെച്ച് പങ്കുവെക്കുന്ന സമയത്താണ് എനിക്ക് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുക. അല്ലാതെ എല്ലാം ഉള്ളിൽ ഒതുക്കി വെക്കണ കാര്യമില്ല. നിങ്ങളുടെ ലൈഫിലെ ചേഞ്ചസും കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഈ അവസരം നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ളവർക്ക് നമ്മളാ വീടും അതിനകത്ത് മുറികളും ഇതെല്ലാം മനസ്സിൽ ഇങ്ങനെ കണ്ടായിരുന്നു, ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ. അപ്പൊ അത് അതേപോലെ തന്നെ സാധിച്ചു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്തായാലും ഞാൻ കാറ് മാനിഫെസ്റ്റ് ചെയ്തു സാറേ. കാറ് എന്ത് കാറാണ്? ഞാൻ സെലേറിയ കാറ്, അത് പടം ഒട്ടിച്ചു വെച്ച് അത് ഒരു 6 monthsന്റെ ഉള്ളിലൊക്കെ വാങ്ങാൻ സാധിച്ചു. ഓക്കെ, സന്തോഷം. ഓക്കെ, ഇങ്ങനെ ഷെയർ ചെയ്യാം. പിന്നെ ഇന്ന് സാറിന്റെ ക്ലാസ്സിൽ കയറാൻ നോക്കിയപ്പോ 21-ാം തീയതി ഡേറ്റ് കണ്ടത്.
അപ്പോ എനിക്ക് ഈ മണി അട്രാക്ഷൻ, ഈ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പിന്നെ നോക്കിയപ്പോഴാണ് ഇന്ന് എന്നുള്ളത്. ഭയങ്കര ഹാപ്പിയായി. ഓക്കെ, സന്തോഷം സന്തോഷം. ഓക്കെ, നീ വേറെ ആർക്കെങ്കിലും ഇതേപോലെ സക്സസ് സ്റ്റോറീസ്, അത് ചെറുതാട്ടോ വലുതാട്ടോ, ജസ്റ്റ് ഒന്ന് പങ്കുവെക്കാം. ഞാനും ഫീൽ ചെയ്തു സാറേ. ഞാൻ എന്റെ വീട്ടില് ഒരു കുഴൽക്കിണർ അടിച്ചു, കട്ടിട്ടു, ഷീറ്റ് പതിച്ചു. നല്ല ഫീലിംഗ് ആയിരുന്നു സാർ. അത് കണ്ട് സന്തോഷിച്ചു. നല്ല ഫീലിംഗ് ആയിരുന്നു സാർ. ഓക്കെ, സന്തോഷം സന്തോഷം. നീ വേറെ ആരാണ് ഷെയർ ചെയ്യാനുള്ളത് ഇതേപോലെ? പിന്നെ സാറേ, പിന്നെ എന്റെ മോനും മരുമകളും പിണക്കമായിരുന്നു. സാറ് പറഞ്ഞില്ലേ അവർക്ക് സ്നേഹം, അപ്പൊ അങ്ങനെ ഒപ്പനോ പറഞ്ഞ് ഞാൻ അത് അവരുടെ പേരും പറഞ്ഞ് ഇങ്ങനെ അവര് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചെയ്തായിരുന്നു. അപ്പൊ അവരുടെ ആ വഴക്ക് മാറി, അവര് സന്തോഷമായിട്ടിരിക്കുന്നു സാറേ. അത് വലിയൊരു ഇതായിരുന്നു. താങ്ക് യു സോ മച്ച്. കാരണം അത് നമ്മുടെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇപ്പം പറഞ്ഞില്ലേ, ഈ മെഡിറ്റേഷൻ നിങ്ങൾ ഡെയിലി ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യും. ഹോപ്പിന് വളരെ നല്ലതാണ്. പിന്നെ വേറെ ആർക്കാണ് ഷെയർ ചെയ്യുന്നത്? കാരണം നമ്മളത് പങ്കുവെക്കുന്ന അനുസരിച്ചാണ് നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി വരിക. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഷെയർ ചെയ്യൂ നിങ്ങളുടെ ലൈഫിലെ ചേഞ്ചസ്. നമ്മൾ പങ്കുവെക്കുന്ന അനുസരിച്ച് നമ്മളിലേക്ക് ഇരട്ടി വരും. എനിക്ക് സാറിന്റെ അടുത്ത് ഒരുപാട് താങ്ക്സ് ഉണ്ട്. സാർ മാത്രമാണ് ഇപ്പൊ യൂട്യൂബില് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. വേറെ ഒന്നും എനിക്കത് ഒരുപാട് പേർക്ക് മനസ്സിനെ താളം തെറ്റി കിടക്കുന്ന മനസ്സിനെ മുഴുവനും നല്ല കൺട്രോളാക്കി കൊണ്ടുവരാൻ സാറിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് താങ്ക്സ് പറയുന്നു. നിങ്ങളെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ അതൊന്ന് നിങ്ങൾ വേണമെങ്കിൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ബുദ്ധിമുട്ട് തീർച്ചയായും ലൈഫിൽ സക്സസ് ആയി എല്ലാവരെയും ആഡ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. മീൻസ് നിങ്ങൾക്ക് അവരെ ലൈഫിൽ ഫുൾ നെഗറ്റിവിറ്റിയും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ, ഫ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കുമെന്ന് പറയാം. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം കൂടെ, ഈ അലൈൻമെന്റ് മാസ്റ്ററി ക്ലാസ് ഇപ്പൊ ഇതിന്റെ അത് ഞാൻ പരസ്യം കൊടുക്കുന്നു അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാ, ഇതിന്റെ അകത്ത് ആരെങ്കിലും ചേരാത്തവരുണ്ടെങ്കിൽ അടുത്ത ക്ലാസ് ആരും മിസ് ചെയ്യാതിരിക്കുക. കാരണം നമ്മളിലൊക്കെ ഒരു ചെറുതിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചെറുപ്പകാലത്തുണ്ടായിട്ടുള്ള കുറെ മുറിവുകൾ കാണും. ആക്ച്വലി അവിടുന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ ലൈഫ് എന്നുള്ളത് ശരിക്കും സാറിന്റെ ക്ലാസ്സുകളിൽ നിന്നും മനസ്സിലാവുന്നുണ്ട്. അത് മാറുമ്പോൾ ഉള്ള വ്യത്യാസങ്ങളും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം പറ്റുമെങ്കിൽ എല്ലാവരും ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നല്ലതാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട്, നമുക്ക് ഈ അലൈൻമെന്റ് മാസ്റ്ററി ക്ലാസ്സിൽ കയറിയപ്പം എനിക്ക് മനസ്സിലായത് അതിൻ്റെ അകത്ത് കൂടുതൽ ആളുകൾക്കും ഈ ചെറുതിലെ ഉണ്ടായ മുറിവുകൾ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് എവിടെയാണ് തുടക്കം എന്നുള്ളതാണ് ആരും മനസ്സിലാക്കാത്തത്. അപ്പൊ അത് നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു അവസരം കിട്ടി. ഇനി ഒരു അവസരം നിങ്ങളും അത് യൂസ് ചെയ്യണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചാന്ദിനി പറഞ്ഞ പോലെ തന്നെ ഞാൻ കുട്ടികളിലെ കുറെ ട്രോമാസും വേദനകളും ഇപ്പൊ എനിക്ക് തന്നെ പണത്തെ റിലേഷൻഷിപ്പിന് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. എനിക്ക് മാനിഫെസ്റ്റ് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയാൻ ഇനീഷ്യൽ ടൈമിൽ ബേസിക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും എനിക്ക് പണം വരുന്നുണ്ട്, പക്ഷെ ഒരു സുഖം വരുന്നില്ല. കാരണം ഇന്നർ ചൈൽഡിൽ എൻ്റെ വൂണ്ടഡ് ആയിരുന്നു. ഒന്നിനെ ഹീൽ ചെയ്ത് വരുന്ന സമയത്താണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ കഴിഞ്ഞാണ്. എന്നിട്ട് എനിക്ക് ഈ പ്രൊഫഷൻ എടുക്കണോ എന്നുള്ള രീതിയിൽ അറിയില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഹീൽ ചെയ്ത് വരുന്ന സമയത്താണ് ഇതാണ് എൻ്റെ പർപ്പസ് എന്ന് മനസ്സിലായത്. അത് നമ്മൾ മീൻസ് കോഴ്സിനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അങ്ങനെയുള്ള ഒരു ക്ലാസ്സാണ് അലൈൻമെന്റ് മാസ്റ്ററി. ഞാൻ തുടങ്ങുന്ന സമയത്ത് അറിയിക്കാം നിങ്ങൾക്ക് കൂടുതൽ ഹീലിംഗ്, അതായത് കുറേ പ്രശ്നങ്ങളുണ്ട്, കുട്ടിക്കാലത്ത് കുറേ ട്രോമാസ് അനുഭവിച്ചിട്ടുണ്ട്, ദാമ്പത്യ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് വീണ്ടും മീൻസ് ഇതെല്ലാം ലോ ഓഫ് അട്രാക്ഷനിലെ ടെക്നിക്കെല്ലാം തന്നെ ഇപ്പം 2 കപ്പ് മെത്തേഡ് ആട്ടെ എന്ത് തന്നെ ആവട്ടെ അത് പുറമെ ഉള്ള രീതിയിലാണ് ഉണ്ടാകുക. പക്ഷെ അകത്തേക്ക് വരുന്ന സമയത്താണ് എത്രത്തോളം വൂണ്ടഡ് ആണെന്ന് മനസ്സിലാകുക. ഞാൻ അതിനെ ഹീൽ ചെയ്ത് വരുന്ന സമയത്താണ് നമ്മളെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാകുള്ളൂ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും ഇതേപോലുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. സക്സസ് സ്റ്റോറീസ് ആണേ. ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കാൻ എങ്ങനെയാണ്? അത് തുടങ്ങുന്ന സമയത്ത് ഞാൻ അറിയിക്കാം. അത് എന്തായാലും ഗ്രൂപ്പിൽ അറിയിക്കാം. ഓക്കെ, ഓക്കെ. ഇനി വേറെ എക്സ്പീരിയൻസ് ജസ്റ്റ് എനിക്ക് അതാണ് താല്പര്യം, നിങ്ങളെ സക്സസ് കേൾക്കാനാണ് എനിക്ക് താല്പര്യം. നിങ്ങളെ എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എല്ലാവർക്കും ഒരു ഓപ്പൺ ടോക്കായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാതെ നിങ്ങളൊരു വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ ക്യാമറ ഓൺ ചെയ്തിട്ടോ പറയാം. അത് നമ്മളെ ഗ്രൂപ്പ് 71 മെമ്പേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ബൗളിൽ നമ്മൾ ഒഴിച്ചിട്ട് എന്താ പറയാ, റോസ് വാട്ടർ ഒഴിക്കാനല്ലേ പറയുന്നത്? അതെ, റോസ് വാട്ടർ ഒഴിച്ചിട്ട് അതിനെ ക്ലെൻസ് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് വെക്കുക. എന്നിട്ട് അതിനെ തുണി കൊണ്ട് തുടച്ചിട്ട് നമ്മൾ കൈകളിൽ വെച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യാം. ആ റോസ് വാട്ടർ പിന്നെ നമുക്ക് വീണ്ടും അടുത്ത തവണ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, ഒറ്റ തവണ. അത് ശരി.
പിന്നെ സാർ നമുക്ക് 1 കപ്പ് മെത്തേഡ് ഒക്കെ ആകുമ്പോഴേ ഇതുപോലത്തെ ഒരു ബൗള് ഗ്ലാസ് പോലത്തെ ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പറ്റും. പക്ഷെ അതിൽ ഒട്ടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? കുറച്ച് ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് ഒട്ടിച്ചോളൂ. സാർ ഞങ്ങൾക്ക് വേണം ബ്രേസ്ലെറ്റ്, അതിനെന്ത് ചെയ്യും? അത് ഞാൻ അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഇട്ട കുറേ പേർക്ക് ചേഞ്ചസ് തന്നെയാണ്. ഞാൻ അത് പുതിയൊരു ഏകദേശം 100-150 പീസാണ് ഇതുവരെ വിറ്റത്. കുറേ പേർക്ക് നല്ല ചേഞ്ചസ് ഉണ്ട്, കാരണം അത്രയും റിസർച്ച് ചെയ്തിട്ടാണ് ഇട്ടത്. എന്തായാലും ഞാനത് ഇനി നമ്മൾ വെറുതെ ബ്രേസ്ലെറ്റ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അത് ഒരു ഹീലിംഗ് കാർഡ് ഉണ്ട്, അതോടൊപ്പം തന്നെ അത് നല്ല ബോക്സ് ഉണ്ട്, കാര്യങ്ങൾ. ഞാനത് അടുത്ത ലൈവിൽ വരുന്ന സമയം ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ എന്തായാലും എല്ലാവർക്കും ഞാൻ നൽകും, അത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് ഈ ബൗളിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു നോക്കാം. എന്റെ കയ്യിൽ ബൗളുകൾ ഉണ്ട്, പക്ഷെ അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ബൗളുകളാണ്. നല്ലൊരു ബൗൾ, പുതിയതായിട്ടൊരു ബൗൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ആ ബൗളൊന്നും കിട്ടിയില്ല, നോക്കാൻ വന്നില്ല എന്നൊക്കെ പറഞ്ഞ പരാതി കൂടെ ആയിരുന്നു. ഇന്ന് എന്നിട്ട് ഞാൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോ ജസ്റ്റ് നോക്കിയിട്ടുണ്ട്, ഒരു പെട്ടിയിരിക്കുന്നു ബൗളുകളുടെ. അതിനിപ്പോ കിട്ടിയതാണ് ഈ ബൗള്. ഓക്കെ, സന്തോഷം. ഓക്കെ, സന്തോഷം. അന്നേരം ഈ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സ്റ്റോറീസോ കാര്യങ്ങളോ നിങ്ങളുടെ ലൈഫിലുള്ള ചേഞ്ചസ്, അത് മാനിഫെസ്റ്റേഷനുള്ള വലിയ ചേഞ്ച് എന്താണെന്നുള്ള ഷെയർ ചെയ്യാം. എല്ലാവർക്കും ഒരു പോസിറ്റിവിറ്റി വരട്ടെ. ആരെയുണ്ടോ നീ അതൊക്കെ ഷെയർ ചെയ്യാം? കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഓക്കെ, പേഴ്സണൽ കൺസൾട്ടേഷൻ കിട്ടുമോ? പേഴ്സണൽ കൺസൾട്ടേഷൻ ഇപ്പം 3 ദിവസത്തേക്ക് ബുക്ക്ഡ് ആണ്. നിങ്ങൾ ജസ്റ്റ് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അന്നേരം പേഴ്സണൽ കൺസൾട്ടേഷൻ ഡീറ്റെയിൽസ് സ്റ്റാഫോ അല്ലെങ്കിൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അതിങ്ങനെ കൂടുതൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പേഴ്സണൽ കൺസൾട്ടേഷൻ എടുത്താൽ മതി. കാരണം ഏകദേശം ഒരു 2 hour ടൈം കൺസൾട്ടേഷൻ വേണ്ടി കുറേ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, ഇങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ സൊല്യൂഷൻസ് കാര്യങ്ങൾ പറയുന്ന സമയത്ത് തന്നെ 2 മണിക്കൂറാവും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. കുറേ സംസാരിക്കുന്നുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്, എന്താണ് വഴി ഇല്ല എന്ന്, അല്ലെങ്കിൽ മീൻസ് ഒരു ഗൈഡൻസ് വേണമെങ്കിൽ പേഴ്സണൽ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ് എടുത്താൽ മതി. കാരണം കുറേ ടൈം കിട്ടാൻ വഴിയുണ്ടോ? ബ്രേസ്ലെറ്റ് നിങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പിൽ മറ്റേ റിലേഷൻ മാസ്റ്ററി അറ്റൻഡ് ചെയ്ത് അതിൻ്റെ അകത്തെല്ലാം ഗ്രൂപ്പിൽ ഇട്ടിക്കല്ല അതിൻ്റെ ലിങ്ക്. പക്ഷെ ഞാൻ ക്യാഷ് അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇപ്പൊ അടയ്ക്കാൻ പറ്റുമോ? അടച്ചോളൂ. ഞാൻ എന്തായാലും നീ കുറച്ച് കഴിയുമ്പോൾ മെയിൻ ഗ്രൂപ്പിലെ ഈ മറ്റേ മാനിഫെസ്റ്റേഷൻ ഫാമിലി ഗ്രൂപ്പിലെ ലിങ്ക് ഇടും. അന്നേരം അതിൽ ഇതാക്കിയാൽ മതി, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, അന്നേരം ഡീറ്റെയിൽസ് വരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അന്നേരം വളരെയധികം സന്തോഷം. ഇത്രയും ഇനി ആർക്കും എന്തെങ്കിലും സ്റ്റോറീസ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഇപ്പം പറഞ്ഞ ഈ ഹോപ്പ് നോപ്പിനെ ഇപ്പം പറഞ്ഞല്ലോ, ഹോപ്പ് നോപ്പിനോ ചെയ്തതുകൊണ്ട് തന്നെ നല്ല ചേഞ്ചസ് വരും. ഒരു സെൽഫ് ഹീലിംഗ് അല്ലെങ്കിൽ സെൽഫ് ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ട് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഹോപ്പ് നോപ്പിനോ. അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ, അത് പണവുമായിട്ട്, റിലേഷൻഷിപ്പ്, ഹെൽത്ത്, എല്ലാത്തിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എനിക്ക് വേണ്ടി ഇത്രയധികം ടൈം സ്പെൻഡ് ചെയ്ത നിങ്ങൾ ഓരോ വ്യക്തികളോടും നന്ദി. ഞങ്ങൾക്ക് വേണ്ടി സാറിന്റെ അല്ല, സാറിന് വേണ്ടിയല്ലല്ലോ, ഞങ്ങൾക്ക് വേണ്ടി സാറല്ലേ. എന്തായാലും നിങ്ങൾ എന്റെ വാക്കുകൾ കേട്ടല്ലോ, അതിന് ഞാൻ നന്ദി പറയണ്ടേ. ഓക്കെ, എന്തായാലും സന്തോഷം. ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മൾ ഒരു ബുക്ക് ഹാബിറ്റ് ട്രാക്കർ എന്ന ബുക്ക് സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടോ, വേണമെങ്കിൽ ഒന്നും കൂടി കുറച്ച് ബുക്സും കൂടി ബാക്കിയുണ്ട്. അത് എനിക്ക് വേണ ഒരു ബുക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അത് നിങ്ങൾക്ക് അതൊരു ടാസ്ക് ചെയ്യേണ്ടതായിട്ട് വരും. ആ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സെലക്ട് ആകുകയാണെങ്കിൽ അത് ലിങ്ക് അയക്കുകയാണെങ്കിൽ, ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു ടാസ്കിലേക്ക് പോകും. ആ ടാസ്ക് ആയിട്ട് നിങ്ങൾ നല്ലൊരു റിസൾട്ടാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്കത് കിട്ടും, ആ പുസ്തകം കിട്ടും. അഡ്രസ് ചോദിച്ചായിരുന്നേ, പക്ഷെ കുറച്ച് ദിവസമായി. കിട്ടിയില്ലേ? ഇല്ല കിട്ടിയില്ല. ഞാൻ സാറിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, എന്റെ മോന് നാളെ ഒമാനിലേക്ക് 6:30 പോകും. സാറിന്റെ പ്രാർത്ഥന വേണം. ഞാൻ എന്തായാലും നിങ്ങൾ അതിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്തായാലും നല്ല രീതിയിൽ പോയിട്ട് നല്ല രീതിയിലുള്ള ജോലി കിട്ടട്ടെ. ഓക്കെ സാർ, താങ്ക് യു. സന്തോഷം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു സാർ.